Welcome to all of you students. നമ്മുടെ എൻവയോൺമെന്റൽ ബാങ്ക് 184 പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിഡമോളജിയുടെ എൻവയോൺമെന്റൽ ഹെൽത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചു കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. അപ്പൊ അത് കുറച്ച് ഭാഗം നമ്മളവിടെ പഠിച്ച് പറഞ്ഞ് എത്തിയിരുന്നു. നമ്മൾ ഏതാണ് ലീഡിങ് കോസ് ഓഫ് ഇയർലി ഹെൽത്ത് 1990-2017 വരെയുള്ള ഒരു സെർച്ചിങ് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് രോഗം വന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു സെർച്ചിങ്ങിന്റെ കാര്യങ്ങളും അതിന്റെ ഒരു ഗ്രാഫിക് ഡേറ്റാസും അതിന്റെ റാങ്ക് 2017 വരെയുള്ള റാങ്കിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുന്നത് ഇതില് ഡാലി എന്ന ഒരു വേർഡ് ഞാൻ പറഞ്ഞു. ഡാലി മീൻസ് എന്താണ്? ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയർ എന്നാണ്. ആ ലൈഫ് ഇയറിൽ വരുന്ന ഡിസബിലിറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു ഇതാണ് ഡാലി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതില് ഒരുപാട് രോഗങ്ങളെ കുറിച്ചും എന്താണ് നമ്മുടെ ഇന്ത്യയിൽ വരുന്ന മാൽ ന്യൂട്രീഷൻസ്, ഫുഡിന്റെ പ്രശ്നം കൊണ്ടും, പിന്നെ എന്താണ് ഹെൽത്ത് വരുന്ന പ്രിമേച്ചർ ഡെത്ത്, അതായത് അകാല മരണങ്ങളും അതിനെ കുറിച്ചിട്ടുള്ള പെർസെന്റേജ് കണക്കുകളൊക്കെയാണ് നമ്മുടെ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് 2016 2017 ICMR റിസൾട്ട് ആണ് ഈ പറയുന്നത് കേട്ടോ. അതിന് ഇനിയുള്ള ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് എന്താണ്? ഹ്യൂമൻ ഹെൽത്ത് എപ്പോഴും എന്താണ്? ഫിസിക്കലി, സോഷ്യലി, ഇൻഡിവിജ്വലി വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇൻഡിവിജ്വലി നമ്മൾ ഓരോ ഫിസിക്കൽ എലമെന്റ്സ് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? എയർ, വാട്ടർ, സോയില്, ഫുഡ് അവൈലബിലിറ്റി, പൊല്യൂഷൻ, നോയിസ്, ഇതൊക്കെ ബേസ് ചെയ്താണ്. സോഷ്യൽ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് എന്താണ്? ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, എഡ്യൂക്കേഷൻ, മണി, ഇതിനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ എന്താണ് ഹെൽത്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പൊ ഓരോ കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും ഫിസിക്കൽ എൻവയോൺമെന്റ് നന്നായിരിക്കണം, സോഷ്യലി സമൂഹത്തിൽ നമ്മള് സോഷ്യൽ ഫാക്ടേഴ്സ് നന്നായിരിക്കണം. എല്ലാ കാര്യങ്ങളും ഒത്തുചേർന്ന് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു ഗുഡ് ഹെൽത്ത് ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ ഒരാൾ മാത്രം നമ്മളൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്ന നമ്മൾ സ്വയം ഒറ്റയ്ക്ക് നമ്മുടെ കൈകാര്യം ചെയ്യാന്ന് വിചാരിച്ചാൽ ഒരു കാര്യം നടക്കില്ല അല്ലെ. നമ്മളൊരു ഹ്യൂമൺ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കണം? പരസ്പര സഹകരണം, പരസ്പര ബഹുമാനം ഒക്കെ വേണം അല്ലെ. നമ്മൾ അതനുസരിച്ച് പോയെങ്കിൽ മാത്രമാണ് എന്ത് നമ്മളെ രോഗങ്ങൾക്കായാലും നമ്മുടെ സ്ട്രെസ്, ഒരുപാട് സ്ട്രെസ്സുകൾ ജോബിലൊക്കെ ചെല്ലുമ്പോൾ പല സ്ട്രെസ്സുകൾ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഇതെല്ലാം മാറ്റണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും സോഷ്യലി, ഫിസിക്കലി, മെന്റലി ഹെൽത്ത് കണ്ടീഷൻസ് ഓക്കെ ആയി മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യൂ അതനുസരിച്ചിട്ടുള്ള ഒരു എനർജിയും ഡേ ടു ഡേ പ്രോസസ്സിനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുള്ളൂ അല്ലെ. അല്ലെങ്കിൽ ഒരു പ്രോസസ്, ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ജോലി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ ഇതെല്ലാം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതെല്ലാം നമുക്ക് ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് ബാധകമാണ് അല്ലെ. ഇതെല്ലാം നമുക്ക് ഓക്കെ ആയാൽ മാത്രമാണ് ഒരു മനുഷ്യൻ ഗുഡ് ഹെൽത്ത് കണ്ടീഷൻസ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും ഇതൊക്കെ എന്താണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇതില് എഫക്ട്സ് ഓഫ് ബയോളജിക്കൽ, കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ഏജൻസ് ഓഫ് വാട്ടർ, എയർ, ഫുഡ് ആൻഡ് ലാൻഡ് റിസോഴ്സസ്. അതായത് എന്തൊക്കെ ബയോളജിക്കലി ലെവലിൽ എന്തെല്ലാം എഫക്ട് ചെയ്യുന്നുണ്ട്, കെമിക്കൽസ് ഒക്കെ ഉണ്ടാവില്ലേ, നമ്മള് മണ്ണിൽ ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസേഴ്സും കളനാശിനിയായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളും ഇതൊക്കെ, അതുപോലെ വാട്ടർ, അതൊക്കെ ഇതുകൊണ്ട് നമ്മുടെ എന്താണ് എയർ പൊല്യൂഷൻ ഉണ്ടാകാം, ഫുഡിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതൊക്കെയാണ് നമ്മൾ ഈ ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മള് പറയുകയാണെങ്കിൽ the physical world is composed of non-living materials include നോൺ ലിവിങ് മെറ്റീരിയൽസ് ആയിട്ട് പറയുന്നത്, നോൺ ലിവിങ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എയർ, വാട്ടർ, സോയില്, ബിൽഡിങ്സ്, റേഡിയേഷൻ, ഇതെല്ലാം എന്താണ് നമുക്ക് എന്ത് ചെയ്യും ഫിസിക്കൽ കാര്യങ്ങളിൽ, നമ്മള് എൻവയോൺമെന്റിന്റെ ഫിസിക്കൽ കാര്യങ്ങളിൽ വരുമ്പോൾ നമ്മുടെ പ്രശ്നം വരും. എയർ കറക്റ്റ് അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ ഉണ്ടായാൽ നമുക്ക് എന്ത് പറ്റില്ല,
അപ്പൊ ഫിസിക്കലി മെന്റലി എല്ലാം നമ്മൾ എന്താണ് സ്ട്രെസ് ഇല്ലാതെ ആണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്താണ് ബയോളജിക്കലി എഫക്ട്സ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ബയോളജിക്കൽ എഫക്ട്സ് ഓഫ് ബയോളജിക്കൽ, കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ഏജൻസ് ഇൻ വാട്ടർ ആൻഡ് ഹ്യൂമൻ ഹെൽത്ത്. ഹ്യൂമൻ ഹെൽത്തിന്റെ കാര്യത്തിൽ എന്തെല്ലാം ബയോളജിക്കലി എഫക്ട്സ് ചെയ്യും, കെമിക്കലി എങ്ങനെയൊക്കെ വരും, അതൊക്കെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. നമ്മുടെ വൺ ഓഫ് ദ ലീഡിംഗ് കോസസ് ഓഫ് ഇൽനെസ് ആൻഡ് ഡിസീസസ് ഇൻ ഇന്ത്യ ആൻഡ് മെനി അതർ ഡെവലപ്പിംഗ് നേഷൻസ് ഇൻ വാട്ടർ ബോണി ഇൻഫെക്ഷൻസ്. വാട്ടർ ബോണി ഇൻഫെക്ഷൻസ് എന്ന് വെച്ചാൽ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളൊക്കെ നമുക്ക് കാരണമാകുന്നു. എന്തുകൊണ്ട്? ബയോളജിക്കലി പ്രശ്നം കൊണ്ട്, കെമിക്കൽ പ്രശ്നം കൊണ്ട്, ഫിസിക്കലി ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട്. ഫിസിക്കലി ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉദ്ദേശിക്കുന്ന എയർ, വാട്ടർ, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഹെൽത്തി സേഫ് ആവാൻ പറ്റില്ല. അപ്പൊ വാട്ടർ ബോണി ഡിസീസ് ഒക്കെ, ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ വാട്ടർ ദാറ്റ് ഈസ് ഹെൽത്തി ആൻഡ് സേഫ്, പാത്തോഗൻ ആൻഡ് കെമിക്കൽ ഫ്രീ ആൻഡ് ടേസ്റ്റസ് ഫുഡ്. അതായത് വാട്ടർ ഹെൽത്തി ആവണമെങ്കിൽ എന്ത് ചെയ്യണം? കെമിക്കൽ ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഗുഡ് ആയിട്ടുള്ള ടേസ്റ്റിൽ കിട്ടുന്ന കെമിക്കൽ ഒന്നും ചേരാത്ത വാട്ടർ ആയിരിക്കണം അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ ഹ്യൂമൻ ഹെൽത്ത് എന്തായാലും ഡിസോർഡർ ആവും. നമുക്ക് ഒരു കാരണം പക്ഷെ നമുക്ക് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഗെറ്റ്സ് കണ്ടാമിനേറ്റഡ്, അൺഫിറ്റ് ഓഫ് human consumption as a result of human activities like industrial discharge. എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ, പിന്നെ അർബണൈസേഷൻ, അതായത് നമ്മുടെ പുക, പൊടി പടലങ്ങള്, അർബണൈസേഷനും കൊണ്ട്, പിന്നെ അഗ്രികൾച്ചറൽ സോഴ്സസ് ആൻഡ് കണ്ടാമിനേഷൻ, അഗ്രികൾച്ചറൽ സോഴ്സസ്, അഗ്രികൾച്ചറിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റസിന്റെ ഒരു ഇതുകൊണ്ട്, പിന്നെ എന്താണ് മുനിസിപ്പൽ സീവേജ്, ഇതൊക്കെ കാരണമാണ് നമ്മുടെ എന്താണ് ബയോളജിക്കലി നമുക്ക് എഫക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് വാട്ടർ, അപ്പൊ നമ്മൾ പറഞ്ഞു വാട്ടർ ബോണി ഇൻഫെക്ഷൻസിന് കാരണം വരുന്നത് ബയോളജിക്കലി, കെമിക്കലി, ഫിസിക്കലി ഏജന്റ് കൊണ്ടാണ് വരുന്നത്. അതായത് ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് വാട്ടർ, എയർ, ഫുഡിലുണ്ടാകുന്ന പ്രശ്നം, ലാൻഡിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടി ചേർന്നാണ് നമ്മൾ ബയോളജിക്കലി, കെമിക്കലി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് വാട്ടർ ബോണി ഡിസീസസ് അക്കോർഡിംഗ് ടു കോസേറ്റീവ് ഏജൻസ്. വാട്ടർ ബോണി ഡിസീസസിന് കാരണമാകുന്ന എന്തെല്ലാം ഏജൻസ് കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഫിസിക്കലി ആൻഡ് കെമിക്കൽ പൊള്യൂട്ടൻസ്, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പൊള്യൂട്ടൻസ്, സെക്കൻഡ് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുത്തിരിക്കുന്നുണ്ട് ചാപ്റ്ററില്. ബി ബയോളജിക്കൽ ഏജൻസ്, സി ഫിസിക്കൽ ചേഞ്ചസ്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് എന്ത്? ക്ലാസിഫിക്കേഷൻ ഓഫ് വാട്ടർ ബോണി ഡിസീസസ് അക്കോർഡിംഗ് ടു കോസേറ്റീവ് ഏജൻസ് എന്ന് പറഞ്ഞ ഇതിൽ വരുന്നത്. ഇതൊക്കെ നമുക്ക് എക്സാം ഓറിയന്റഡ് ആണോ, ഇതൊക്കെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്ന ഭാഗങ്ങളാണ്. അപ്പൊ അത് ക്ലിയർ ചെയ്ത് പോവാട്ടോ. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പൊള്യൂട്ടൻസ് എന്താണ്? ഹ്യൂമൻ ആക്ടിവിറ്റീസ്, മനുഷ്യരുടെ ആക്ടിവിറ്റീസ് ആണ്, മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ട് വരുന്ന കുറെ പ്രശ്നങ്ങൾ കൊണ്ട് വരുന്നതാണ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പൊള്യൂട്ടൻസ്, ഇൻക്ലൂഡിംഗ് അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആൻഡ് അർബൻ ഡെവലപ്മെന്റ് പ്രൊഡ്യൂസ് കെമിക്കൽ പൊള്യൂട്ടൻസ്. അർബൻ പ്രൊഡ്യൂസ് എന്ന് വെച്ചാൽ നമ്മള് നമ്മുടെ എന്താ പറയാ, നമ്മുടെ ടൗണുകളിലൊക്കെ നമ്മൾ ഒരുപാട് ഇൻഡസ്ട്രികളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ടുള്ള എന്ത് ചെയ്യും, അവിടെ ഒരുപാട് സാധനങ്ങൾ, കെമിക്കൽസ്, ഇപ്പൊ ഓരോ പ്രൊഡക്റ്റിനും ഓരോ കെമിക്കലും, ഓരോ ഓയിലും അല്ലെങ്കിൽ ഓരോ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും അതിനൊരു മെറ്റീരിയൽസ് ഉണ്ടാവുമല്ലോ. ആ മെറ്റീരിയൽസ് എല്ലാം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് അത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ പൊല്യൂട്ടൻ വരാൻ സാധ്യത, അവിടെ മലിനീകരണം വരും അല്ലെ. അപ്പൊ അത് എന്ത് ചെയ്യും, നമുക്കൊരു വലിയൊരു പ്രശ്നമാണ്. The substance can be either organic ആയിട്ടുള്ളത്, ഓർഗാനിക് അല്ലാത്ത രീതിയിൽ such as detergents, tar, plastic and pesticides. ഇൻഓർഗാനിക് ആയിട്ട് പറയുന്നത് such as salt, nitrates, phosphate, chloride and fluoride. അപ്പൊ ഇങ്ങനെയുള്ള പൊല്യൂട്ടൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, ഫിസിക്കലി നമുക്ക് പ്രശ്നമാകും അല്ലെ. കെമിക്കൽ പൊല്യൂട്ടൻസ് അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ദിസ് കണ്ടാമിനേറ്റ് കൺസിസ്റ്റ് ഡിറ്റർജന്റ്, സോൾവെന്റ്, സയനൈഡ്, ഹെവി മെറ്റൽസ്, മിനറൽസ്. എന്തൊക്കെ കൊണ്ടാണ് നമ്മുടെ ഇത് എന്തൊക്കെ മലിനമാകും എന്നാണ് ചോദിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട്. അപ്പൊ ഡിറ്റർജന്റിന് സോൾവെന്റ് കൊണ്ട്, സയനൈഡ് കൊണ്ട്, പിന്നെ എന്താണ് ഹെവി മെറ്റൽസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നത്. ഹെവി കളേഴ്സ്, പിഗ്മെന്റ്സ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ക്ലോറിൻ ചെയ്യുമ്പോൾ ബ്ലീച്ചിങ് ഏജൻസ്, കളേഴ്സ്, പിഗ്മെന്റ്സ്, സൾഫൈഡ്, അമോണിയ ആൻഡ് വൈഡ് റേഞ്ച് ഓഫ് ഹസാർഡസ് ആൻഡ് ബയോസിഡൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്. അപ്പൊ ഇങ്ങനെയാണ്, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതുപോലെ നമ്മൾ കെമിക്കൽസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് കെമിക്കൽ പൊല്യൂട്ടൻസ് ഇമ്പാക്ട് ഹ്യൂമൻ ഹെൽത്ത് ബോത്ത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ഡയറക്ട്ലിയും ബാധിക്കാം, ഇൻഡയറക്ട്ലിയും ബാധിക്കാം. ബിൽഡിംഗ് ഇൻ അക്വാട്ടിക് ലൈഫ്. അക്വാട്ടിക് ലൈഫ് മീൻസ് ഫിഷിനൊക്കെ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ട് അക്വാട്ടിക് ആയിട്ട് നമ്മൾ വളർത്തുന്ന മിക്സ് ഫിഷുകളൊക്കെ ഇല്ല. അപ്പൊ അത് ഇങ്ങനെയൊക്കെ എന്താ ചെയ്യും, ഇമ്പാക്ട് ചെയ്യും ആ പ്രശ്നങ്ങൾ. ഫിസിക്കലി അതിന് പൊല്യൂഷൻ വരുമ്പോൾ അങ്ങനെയുള്ള ജീവികൾക്ക് പ്രശ്നങ്ങൾ വരും. അപ്പൊ അടുത്തത് ബി ബയോളജിക്കൽ ഏജൻസ്. ബയോളജിക്കൽ ഏജൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ബാക്ടീരിയ,
വൈറസസ്, നൊമാറ്റോഡ്സ്, വോംസ് ആൻഡ് പ്രോട്ടോസോവ. ഇതൊക്കെയാണ് ബയോളജിക്കൽ ഏജൻസ്. ആൻഡ് ന്യൂസൻസ് ഓർഗാനിസം ആണ് 2 മെയിൻ കാറ്റഗറീസ് ഓഫ് ബയോളജിക്കൽ ഏജൻസ്. ബയോളജിക്കൽ ഏജൻസ് 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് സ്ലിമി, മൊലൂസ്, ആൽഗെ, അസിലസ് ആൻഡ് നെമറ്റോഡ്സ്. അത് എന്താണ് ഈ ബയോളജിക്കലി ഈ പോലത്തെ രോഗങ്ങളെയാണ് അങ്ങനത്തെ ഒരു ഏജൻസ്. പിന്നെ ബയോളജിക്കൽ ഏജൻസ് ഇൻഫെക്ഷ്യസ് ഏജൻസ് ക്യാൻ ബി വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ, ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങൾ പരത്തുന്നതാണ് വേറൊരു ഏജന്റ്. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, കുറെ രോഗങ്ങൾ പരത്തുന്ന ജീവികളൊക്കെ ഉണ്ട് അല്ലെ. ബാക്ടീരിയൽ ഡിസീസ് ആണ് എന്താണ് ടൈഫോയിഡ്, ഡിസെൻട്രി. പ്രോട്ടോസോവയാണ് അമിയോബയാസിസ്. അമിയോബയാസിസിന്റെ അമീബ വരാ വിരകൾ അമീബ വിരയല്ല, വിര മുഖേന വരുന്ന രോഗങ്ങള് ഹെൽമിന്തിക് അതായത് എന്താണ് വിര മൂലം വരുന്ന രോഗങ്ങളാണ് ത്രെഡ് വോം, വട്ടച്ചൊറി എന്നൊക്കെ പറയുന്ന സംഭവങ്ങളില്ലേ, അതൊക്കെ റൗണ്ട് വോം ഒക്കെ വരുന്നത്. ലെപ്റ്റോസ്പൈറൽ എന്ന് വെച്ചാൽ എന്താണ് എലിപ്പനി. ലെപ്റ്റോസ്പൈറൽ എന്ന് വെച്ചാൽ എലിപ്പനി, എലി മുഖേന വരുന്ന രോഗങ്ങള്. അപ്പൊ വീൽസ് ഇൽനെസ് എന്നാണ് അതിന് പറയുന്ന പേര്. വീൽസ് ഇൽനെസ് എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറൽ ആണ്, അതായത് എലി പനിയാണ് ലെപ്റ്റോസ്പൈറൽ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും ബയോളജിക്കൽ ഏജൻസ് എന്ന് പറയുന്നത്, അതായത് കീടങ്ങൾ വഴി ഉണ്ടാകുന്ന രോഗങ്ങള്, ബയോളജിക്കലി പ്രോട്ടോസോവ കൊണ്ട് മലേറിയ അതൊക്കെ വരുന്ന രോഗങ്ങളൊക്കെ അങ്ങനെ വരുന്നില്ല. മോസ്കിറ്റോസ് വരുന്ന ഡെങ്കു ഫീവർ, പ്ലാസ്മോഡിയം വൈവാക്സ്, മലേറിയ, അതൊക്കെ ഗുഡ് എക്സാമ്പിൾസ് ആണ് ഇതിന് ബയോളജിക്കൽ ഏജൻസ് വരുന്നതുകൊണ്ടുള്ള രോഗങ്ങൾ കേട്ടോ. അത് ഫിസിക്കൽ ചേഞ്ചസ് ഉദ്ദേശിക്കുന്നത് illness in human health are caused by variations of temperature. ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉണ്ടാവും. അതായത് ടർബിഡിറ്റി, കളർ ആൻഡ് സസ്പെൻഷൻ ആൻഡ് ഫ്ലോട്ടിംഗ് പാർട്ടിക്കിൾസ് ഇൻ വാട്ടർ ബോഡീസ്. അതായത് വാട്ടർ ബോഡീസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ചിലപ്പോൾ കളർ മാറ്റം വരാം, അങ്ങനെയുള്ള എന്തെങ്കിലും പ്രത്യേകമായ ക്ലൈമറ്റ് കൊണ്ട് വന്നേക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഫിസിക്കലി ചേഞ്ചസ് വരാം. ദിസ് ഓൾട്ടറേഷൻ മേ റിസൾട്ട് ഫ്രം ദ ബ്ലെൻഡിങ് ആൻഡ് സീവേജ് ഇഫ് ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് റിവേഴ്സ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ. ചില ഓൾട്ടറേഷൻസ് കൊണ്ട് എന്താണ് ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് കൊണ്ടും റിവേഴ്സിൽ എന്താണ് സീവേജിന്റെ പ്രശ്നങ്ങൾ കൊണ്ടും ഇൻഡസ്ട്രിയലിന്റെ വേസ്റ്റുകളൊക്കെ സീവേജിൽ അത് വാട്ടറിലേക്ക് പോകുന്നതോട് ഗ്രൗണ്ട് വാട്ടറിലേക്ക് വരുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ, ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്താ പറയും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഫിസിക്കലി ഉണ്ടാകുന്ന ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചുമാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ബയോളജിക്കൽ, കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ഏജൻസ് ഇൻ വാട്ടർ ഹ്യൂമൻ ഹെൽത്തിൽ. ഈ 3 കാര്യങ്ങൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുമ്പോൾ വാട്ടർ ബോഡി ഡിസീസസ് എന്താണ് ഉണ്ടാകുന്നത്, അതിന്റെ പോസിറ്റീവ് ഏജൻസ് ഏതൊക്കെയാണെന്ന് പറയണം. അടുത്ത എഫക്ട്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ഓഫ് ഹ്യൂമൻ ഹെൽത്ത്. വേഗം പോവാണ്, തീരില്ല. എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണ് ഹ്യൂമൻ എഫക്ട്സ് ചെയ്യുന്നത്, ഹ്യൂമൻ ഹെൽത്തിന്റെ വാട്ടർ പൊല്യൂഷൻ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണ്. പെസ്റ്റിസൈഡ്സ് ഇൻ വാട്ടർ ഹാവ് നെഗറ്റീവ് ഇമ്പാക്ട്. പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് വെള്ളത്തിലേക്ക് അല്ലെ, വാട്ടറിന് എന്താണ് നെഗറ്റീവ് ഇമ്പാക്ട് ആണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടില്ല, ഫോയിറ്റൽ ഡെത്ത് വരാം, പെട്ടെന്ന് മരിക്കാം, അല്ലെങ്കിൽ പിന്നെ എന്താണ് ഫോയിറ്റൽ ഗ്രോത്ത് ഉണ്ടാവില്ല, വളർച്ചക്കുറവ് ഉണ്ടാകാം, അങ്ങനെ പല ക്യാൻസർ രോഗങ്ങൾ, കിഡ്നി ഫെയിലിയർ ഇൻക്ലൂഡിംഗ് ലുക്കീമിയ, ലിംഫോമിയ, അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാം അല്ലെ. അടുത്ത തെർമൽ പൊല്യൂഷൻ കോസസ് എക്സസീവ് ഹീറ്റ് ജനറേഷൻ. തെർമൽ പൊല്യൂഷൻ കൊണ്ടുവന്ന കാരണം എന്താണ്, ഹീറ്റ് ജനറേറ്റ്, കുറെ ചൂട് ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ബാഡ് അക്വാട്ടിക് ലൈഫ് ഓൺ ഹ്യൂമൻ ഹെൽത്ത്. ഓക്കെ, അടുത്തത് മറൈൻ പൊല്യൂഷൻ. മറൈൻ പൊല്യൂഷൻ സോയിൽ സ്പിൽസ്, ട്രാഷ് ഡിസ്പോസൽ ആൻഡ് എസ്പെഷ്യലി പ്ലാസ്റ്റിക് ഈസ് വെരി ഹാർംഫുൾ ടു ബോത്ത് മറൈൻ ആൻഡ് ഹ്യൂമൻ ലൈഫ്. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന പൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, ഒത്തിരി ഓഷ്യൻ, നമ്മുടെ സമുദ്രത്തിലേക്ക് ബൾക്കായിട്ട് ഹാർംഫുൾ ആയിട്ടുള്ള ഓയിൽ സ്പിൽസ് ഒക്കെ ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, ഹ്യൂമൻ ലൈഫിനും മറൈൻ ഇതിനും എന്താണ് വെരി ഹാർംഫുൾ എഫക്ട്സ് ചെയ്യും അല്ലെ. അപ്പൊ ഇൻ ദ സ്റ്റൊമക്സ് ഓഫ് ഡിസീസ്ഡ് വെയിൽസ്, ആസ്ബസ്റ്റോസ് ആൻഡ് അതർ ക്രിയേച്ചേഴ്സ്, ടോണസ് ഓഫ് പ്ലാസ്റ്റിക് ട്രാഷ് ഹാസ് ബീൻ ഡിസ്കവർഡ്. അതായത് നമുക്ക് ഒരുപാട് പ്ലാസ്റ്റിക് മുഖേന ഒരുപാട് മലിനമായി പോകാം. പല ആസ്ബസ്റ്റോസ് എന്ന് വെച്ച രോഗമാണ്, ഈ ക്യാൻസർ പോലത്തെ ഒരു പൊടിപടലങ്ങൾ കൊണ്ടുണ്ടാകുന്ന ആസ്മത്തിക് രോഗങ്ങളെയാണ് ഈ ആസ്ബസ്റ്റോസ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. ഡിസീസ്ഡ് വെയിൽസ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അങ്ങനത്തെ വെയിൽസിനൊക്കെ ബാധിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ. അടുത്തത് വേസ്റ്റ് ഫ്രം കണ്ടക്ടഡ് ടെസ്റ്റ്, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ക്രിയേറ്റഡ് ഡിഫൻസ് ന്യൂക്ലിയർ എനർജി. അതായത് വലിയ ന്യൂക്ലിയർ പ്ലാന്റുകൾ പോലുള്ള അതിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റുകൾ, അതുകൊണ്ടുണ്ടാകുന്ന പൊല്യൂഷൻസ് കൊണ്ട് എന്തെല്ലാം അതിനു വേണ്ടി വേസ്റ്റ് ഫ്രം കണ്ടക്ടഡ് ടെസ്റ്റ്, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ക്രിയേറ്റഡ് ഡിഫൻസ്, അതുകൊണ്ടുണ്ടാകുന്ന ന്യൂക്ലിയർ എനർജിയുടെ ഇതുകൊണ്ടുണ്ടാകുന്ന ഓഷ്യൻസിൽ ഉണ്ടാകുന്ന മാറ്റം. അപ്പൊ ലൈഫിൽ എക്കോസിസ്റ്റം തന്നെ ആകെ മാറിപ്പോകും അല്ലെ. അപ്പൊ അങ്ങനത്തെ ഗാർബേജ് വേസ്റ്റുകളൊക്കെ വരാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അതൊന്നും ഉണ്ടാവാതിരിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ എന്ത് ചെയ്യണം, നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിന് ഒരു വലിയൊരു വാട്ടർ പൊല്യൂഷൻ ആണ് അത്, അതുകൊണ്ടുള്ള വേസ്റ്റുകളൊക്കെ വരുന്നത്. അതുപോലെ പൊല്യൂട്ടൻസ് ലൈക്ക് സിങ്ക് കോസ് നോസിയ,
കിഡ്നി ഡാമേജ്, അപ്പൊ ലൈക്ക് സിങ്ക് എന്ന് വെച്ചാൽ ഈ ഒരു ലോഹം പോലത്തെ സാധനങ്ങളൊക്കെ ചേർന്നിട്ടുള്ളത്. അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ എന്താണ് നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് വരാം, ഓർഗാനിക് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് വരാം. പല പ്രശ്നങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും, നമുക്ക് ഈ പൊല്യൂട്ടൻസ് ലൈക്ക് സിങ്ക് വഴിയുള്ള പോസ്, ഓക്കാനം, ഛർദി, ഇങ്ങനെയുള്ള കിഡ്നി ഡാമേജ്, ക്രാംസ്, അതൊക്കെ ഹൈപ്പർ ടെൻഷൻസ്, സ്പൊറാഡിക് ഫീവർ, അങ്ങനെ കുറെ രോഗങ്ങളുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ നമ്മളത് ഒരുപാട് കാര്യങ്ങൾ, ഒത്തിരി രോഗങ്ങളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ഒത്തിരി ഇതാവണ്ട. അപ്പൊ എന്തുകൊണ്ടാണ് എഫക്ട്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ഹ്യൂമൻ ഹെൽത്തിന് വാട്ടർ പൊല്യൂഷൻ കൊണ്ട് എന്തെല്ലാം എഫക്ട്സ് ചെയ്യും എന്നുള്ള കാര്യം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണെന്നാണ് നമ്മൾ പറഞ്ഞു പോകണം കേട്ടോ. അടുത്ത എഫക്ട്സ് ഓഫ്, ഫസ്റ്റ് ഇത് പറഞ്ഞു, അതിന് പിന്നെ അടുത്തത് ഒന്നാമത് നമ്മൾ പറഞ്ഞു ഈ എഫക്ട്സ് ഓഫ് ബയോളജിക്കൽ കെമിക്കൽ. ഫസ്റ്റ് പറഞ്ഞു ബയോളജിക്കൽ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ഏജൻസ് വാട്ടർ ഹ്യൂമൻ ഹെൽത്ത് ആണ് പറഞ്ഞത്. ആ വാട്ടർ ഹ്യൂമൻ ഹെൽത്തിലെ ക്ലാസിഫിക്കേഷൻ ഓഫ് അതിൽ മെയിൻ ആയിട്ട് വാട്ടറിലെ ലീഡിംഗ് കോസസ് ഇൽനെസ് ഡിസീസ് ഇൻ ഇന്ത്യ മെനി അതർ ഡെവലപ്പിംഗ് നേഷൻസിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഇന്ത്യയിൽ വാട്ടർ ബോണി ഡിസീസസ് ആണ്. അപ്പൊ ഇൻഫെക്ഷൻസ് ആണ്. അപ്പൊ അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്. ക്ലാസിഫിക്കേഷൻ വാട്ടർ ബോണി ഡിസീസ്. അപ്പോൾ എന്തൊക്കെ ക്ലാസിഫിക്കേഷൻ വരുന്നു, അതിന്റെ ഭാഗമായിട്ടുള്ള എഫക്ട്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ഇൻ ഹ്യൂമൻ ഹെൽത്ത്, ഇത്രയാണ് ഇതിൽ വേണ്ടത്. പിന്നെ അടുത്ത രണ്ടാമത്തെ അതിൽ തന്നെ വരുന്നത് എഫക്ട്സ് ഓഫ് ബയോളജിക്കൽ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ഏജൻസ് എയർ ഇൻ ഹ്യൂമൻ ഹെൽത്ത്. എയർ കൊണ്ട്, വായു മലിനീകരണം, അതുകൊണ്ട് വരുന്ന ഹ്യൂമൻ ഹെൽത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അപ്പൊ ഓൾ ലൈഫ് ഡിപ്പെൻഡ്സ് ഓൺ എയർ. എയറിനെ ഡിപ്പെൻഡ് ചെയ്താണ് എല്ലാ ജീവികളും, എല്ലാ ജീവജാലങ്ങളും, എല്ലാവരും ജീവിക്കുന്നത് തന്നെ അല്ലെ. വിച്ച് മേക്സ് അപ്പ് അവർ ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റ് പ്രൊവൈഡ്സ് ഓക്സിജൻ. ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്ന ആരാണ്? പ്ലാന്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എല്ലാത്തിനും നമുക്ക് ഓക്സിജനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്താണ് നമുക്ക് ബോഡി കൂളിംഗ് ആവാനും, പിന്നെ എന്താണ് ക്യാരീസ് ദ സെൻസസ് ഓഫ് ഹിയറിംഗ് ദ സ്മെൽ ആൻഡ് മേ പൊട്ടൻഷ്യലി സ്പ്രെഡ് പാത്തോജൻസ്. രോഗങ്ങൾ, പകർച്ചവ്യാധി രോഗങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ, സിക്നസ് ആൻഡ് ഫെറ്റാലിറ്റീസ് ഹാവ് ബീൻ കോസ്ഡ്. ഇങ്ങനെ അതായത് രോഗങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ, ടെസ്റ്റ്, സ്മോക്ക് അതൊക്കെ ഇല്ലാതിരിക്കണമെങ്കിൽ എയർ പൊല്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ നോക്കണം അല്ലെ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എയർ പൊല്യൂഷൻ കൊണ്ട് ഒരുപാട് രോഗങ്ങൾ നമുക്ക് പിടിപെടും. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എൻവയോൺമെന്റിൽ നോക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. മെക്കാനിക്കൽ കോമ്പിനേഷൻ ഓഫ് ഗ്യാസസ് മേക്ക് അപ്പ്, അതൊന്നും നമുക്ക് വലിയ നൈട്രജൻ മേക്സ് അപ്പ് 78.1% ഓഫ് അറ്റ്മോസ്ഫിയർ. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ 78.1% അറ്റ്മോസ്ഫിയറിൽ നൈട്രജൻ ആണ്. ഫോളോഡ് ബൈ ഓക്സിജൻ 20.93% ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് 0.3% ആണ്. അങ്ങനെയാണ് നമ്മുടെ ഒരു കണക്ക് പറയുന്നത് കേട്ടോ. അപ്പൊ അതില് അതായത് നമ്മുടെ പ്രകൃതിയിൽ, എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന, നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന നൈട്രജൻ മേക്സിന്റെ അളവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. About as follows. ഇതാണ് ഫോളോസ് ചെയ്യുന്നത്. അതർ ഗ്യാസസ് ആർ പ്രസന്റ്, ട്രേസ് എമൗണ്ട് മേക്ക് അപ്പ് ദ റെസ്റ്റ്. അതൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്നത് അടുത്ത അഡീഷൻ ദിസ് ഗ്യാസസ് എന്തെല്ലാം. എയർ ഓൾസോ കണ്ടെയ്ൻസ് വാട്ടർ വേപ്പർ, ട്രേസസ് ഓഫ് അമോണിയ ആൻഡ് സസ്പെൻഡഡ് മെറ്റീരിയൽ ലൈക്ക് ഡസ്റ്റ്, ബാക്ടീരിയ, സ്പോർസ് ആൻഡ് വെജിറ്റബിൾ വേസ്റ്റ്. അഡീഷൻ ദിസ് ഗ്യാസസ്. അപ്പൊ എയർ എന്ന് പറയുന്നത് വാട്ടർ വേപ്പർ ആവാം. ഓൾസോ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്? വാട്ടർ വേപ്പർ, ട്രേസസ് ഓഫ് അമോണിയ, പിന്നെ എന്താണ് സസ്പെൻഡഡ് മെറ്റീരിയൽസ് ലൈക്ക് ഡസ്റ്റ്, ബാക്ടീരിയ, സ്പോർസ് ആൻഡ് വെജിറ്റബിൾ വേസ്റ്റ്. അഡീഷണൽ ഇതിൽ വേറെ അഡീഷണൽ ദീസ് ഗ്യാസസ് ഏതൊക്കെ ഗ്യാസസുകളാണ് പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഹ്യൂമൻ ആൻഡ് അനിമൽ റെസ്പിറേഷൻ കണ്ടാമിനേറ്റ്സ്, അതായത് ഹ്യൂമൻ ആൻഡ് അനിമലിന് റെസ്പിറേഷൻ വെച്ചാൽ മലിനമായ എയർ ശ്വസിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ. എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് എഫക്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ, എയർ പൊല്യൂഷൻ. അപ്പൊ ഹ്യൂമൻ ആൻഡ് അനിമൽ റെസ്പിറേഷൻ കണ്ടാമിനേറ്റ്സ് എയർ എന്ന് വെച്ചാൽ മലിനമായ വായു ശ്വസിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ. പിന്നെ ബേണിംഗ് ഓഫ് ഫ്യൂവൽസ് ഇൻക്ലൂഡിംഗ് കോൾ, ഗ്യാസ് ആൻഡ് ഓയിൽ, അതായത് ഓയിൽ ഫ്യൂവൽസ് ഒക്കെ കത്തുമ്പോഴുള്ള പ്രശ്നങ്ങൾ കൊണ്ട്. പിന്നെ ഓർഗാനിക് മാറ്റർ, അതായത് ജൈവ പദാർത്ഥങ്ങൾ വിഘടിക്കുമ്പോഴുള്ള പ്രശ്നം ഉണ്ടാവുമല്ലോ. ജൈവ പദാർത്ഥങ്ങൾ ഓർഗാനിക് ആയിട്ട് ഒരു മണോ സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേ. നമ്മളൊക്കെ ഈ ചെടികൾക്കൊക്കെ വളം ഉണ്ടാക്കുമ്പോ അത് ഓർഗാനിക് ആയിട്ട് ചെയ്യുമ്പോൾ എന്താണ്, ഇങ്ങനെ അടച്ചു വെച്ചിട്ടിരിക്കുമ്പോൾ അത് തുറക്കുമ്പോൾ ഒരു വലിയൊരു സ്മെല്ലാണ് വരുന്നത്. അത് അത്ര നല്ല സ്മെല്ലൊന്നും അല്ല. നമുക്ക് അത് അടിച്ച് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സ്മെല്ലാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ട്രേഡ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് പ്രോസസ്സസ് ആൻഡ് എമിറ്റ് ഡസ്റ്റ്, ഫ്യൂംസ്, വേപ്പേഴ്സ് ആൻഡ് ഗ്യാസസ്. അതായത് ട്രേഡ്, ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് പ്രോസസ്സ്, പ്രൊഡക്ഷൻസ് നടക്കുമ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ഡസ്റ്റും പൊടിപടലങ്ങളും ഫ്യൂംസും അതൊക്കെ ഗ്യാസസ് ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഉണ്ടാകുന്നത്. പിന്നെ ഫിസിക്കൽ, കെമിക്കൽ എന്തൊക്കെയാണ്, ബയോളജിക്കൽ ഏജൻസി ഏതൊക്കെയാണ് ഇതില് പറയുന്നത് കേട്ടോ. ഏതൊക്കെ ബയോളജിക്കൽ ഏജൻസി ആണെന്നാണ് പറയുന്നത്. ബയോളജിക്കൽ ഏജൻസി എന്ന് വെച്ചാൽ ഔട്ട്ഡോർ, ഇതിൽ പറയുന്നത് ഔട്ട്ഡോർ എയർസ് ഫിസിക്കൽ കമ്പോണൻസ് സച്ചാസ്. ഔട്ട്ഡോർ എയർസ് പ്രോപ്പർ പുറത്തേക്കുള്ള, അപ്പൊ സച്ചാസ് ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് വിൻഡ് സ്പീഡ്. വിൻഡ് സ്പീഡ് എന്ന് ഉദ്ദേശിക്കുന്ന കാറ്റുകൾ, ഭയങ്കര സ്പീഡായിട്ടുള്ള കാറ്റുകളൊക്കെ കാറ്റ് വരില്ലേ, ഭയങ്കര കൊടുങ്കാറ്റൊക്കെ പോലത്തെ. ആൻഡ് അറ്റ്മോസ്ഫറിക് പ്രഷർ ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ടു ഡിസ്കംഫർട്ട് ആൻഡ് എയർബോൺ ഇൽനെസ്.
അങ്ങനെ വരുന്ന എയർ ബോണി ഇൽനെസ്. മറ്റത് വാട്ടർ ബോഡി ഇൽനെസ്, വാട്ടറിലൂടെ വരുന്നത്, വായുവിലൂടെ പകരുന്നത് അല്ലെ. ഇത് വായുവിലൂടെ പകരുന്നതാണ്. ടെമ്പറേച്ചർ വേരിയസ് കൊണ്ടുവരുന്ന ഇത്. അപ്പൊ സീസണൽ വേരിയേഷൻ കൊണ്ടുവരുന്ന പ്രശ്നങ്ങളുണ്ടല്ലേ. തിരമാലകൾ വരുന്ന, തിരമാലകളെല്ലാം ഹൈറ്റ് വേരിയേഷൻസ് കൊണ്ട്, ഹൈറ്റ്, വിൻഡ് ഡയറക്ഷൻസ്, കൊടുങ്കാറ്റ്, ക്ലോസ്നെസ് ഓഫ് ദ സീ, അങ്ങനെ കുറെ കടൽ തിരമാലകൾ, പക്ഷെ സീസണൽ വേരിയേഷൻ കൊണ്ടുണ്ടാകുന്ന, ടെമ്പറേച്ചർ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ. അപ്പൊ എന്താണ് ഓൾവേസ് അങ്ങനത്തെ പ്രശ്നങ്ങൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരുപാട് വീക്ക്നെസ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാവാം. അങ്ങനെ ഹ്യൂമിഡിറ്റി, അങ്ങനത്തെയുള്ള പ്രശ്നങ്ങൾ ഡിപ്പെൻഡിങ് ഓഫ് ദ ടെമ്പറേച്ചറിനെ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കേട്ടോ. അപ്പൊ മെയിൻ കോസസ് ഓഫ് എയർ പൊല്യൂഷൻ ഇൻക്ലൂഡ് കെമിക്കൽ സബ്സ്റ്റൻസസ് ഇൻക്ലൂഡിംഗ് ഡസ്റ്റ്. മെയിൻ ആയിട്ടുള്ള കാരണം, എയർ പൊല്യൂഷനുള്ള കാരണം എന്താണ്? ഇൻക്ലൂഡ് കെമിക്കൽ സബ്സ്റ്റൻസസ് ഇൻക്ലൂഡിംഗ് ഡസ്റ്റ്, പൊടി, പിന്നെ എന്താണ് സൂട്ട്, അഴുക്ക് പുരണ്ട സാധനം, അഴുക്ക് പുരണ്ട ജീർണിച്ച സാധനങ്ങൾ കൊണ്ട്, പിന്നെ സ്മോക്ക്, അതർ സ്മോക്ക് ചെയ്യുന്നതുകൊണ്ട്, ആൻഡ് ഓർഗാനിക് ഇൻഓർഗാനിക് പാർട്ടിക്കിൾസ് ആൻഡ് കം ഫ്രം ബിൽഡിംഗ്സ്, ഫാക്ടറീസ് ആൻഡ് കാർസിൽ നിന്ന് വരുന്നില്ലേ പെട്രോളിയം കത്തുമ്പോഴുള്ളത്, among other sources. These are termed as follows. അപ്പൊ ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയണ്ടേ, ഏതൊക്കെയാണ് ഫിസിക്കലി, കെമിക്കലി, ബയോളജിക്കൽ ഏജൻസ് ആണെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് വേറെ നമ്മുടെ ഫോളോസ്, ഏതൊക്കെ കാര്യങ്ങൾ കൊണ്ട് പൊല്യൂട്ടൻസ് ഉണ്ടാവാം. അതുകൊണ്ട് ഫസ്റ്റ്ലി ഓട്ടോമൊബൈൽസ്, ഇൻഡസ്ട്രീസ്, ഡൊമസ്റ്റിക് സോഴ്സസ്, മിസലീനിയസ്, ബയോളജിക്കൽ മിസലീനിയസ്, ഇത്രയും കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. ഓട്ടോമൊബൈൽസ് മെട്രോപൊളിറ്റൻ ഏരിയാസിൽ എന്ത് ചെയ്യും? ഓട്ടോമൊബൈൽ സിഗ്നിഫിക്കന്റ് സോഴ്സ് ഓഫ് എയർ പൊല്യൂഷൻ എന്ന് വെച്ചാൽ റിലീസ് ലെഡ്, നൈട്രജൻ പോലുള്ള സാധനങ്ങൾ, കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രോ കാർബൺസ്, ഇതൊക്കെ പ്രകൃതിയിലേക്ക് തള്ളുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. പിന്നെ ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്ന ഫ്യൂവൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റി മുഖേന പ്രൊവൈഡ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി, ചൂട് അല്ലെ. പിന്നെ കുറെ വൈദ്യുതമായി ബന്ധപ്പെട്ട സ്മോക്ക്, സൾഫൈഡ്, നൈട്രജൻ ഓക്സൈഡ്, ഫ്ലഷ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കൊണ്ട് എയർ പൊല്യൂട്ടൻസ് ഉണ്ടാവാം. അപ്പൊ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. പിന്നെ ഡൊമസ്റ്റിക് സോഴ്സസ്, lack of oxygen causes incomplete combustion, which is significant source of harm. അതായത് ഡൊമസ്റ്റിക് സോഴ്സസ് എന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന കുറെ കാരണങ്ങൾ കൊണ്ട്, പല പ്രശ്നങ്ങൾ കൊണ്ടും എന്താണ് ഓക്സിജന്റെ ഇതുകൂടെ. അപ്പൊ നമ്മൾ കത്തിക്കൂല, നമ്മള് സാധനങ്ങളൊക്കെ, പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഒന്നും കത്തിക്കാതെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ മിസലീനിയസ് ഇൻക്ലൂഡ് ന്യൂക്ലിയർ എനർജി പ്രോഗ്രാംസ്. ന്യൂക്ലിയർ എനർജി മിസലേനിയസ് ഉദ്ദേശിക്കുന്നത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ന്യൂക്ലിയർ എനർജി പ്രോഗ്രാംസ് ആണ്. ബേണിംഗ് അഗ്രികൾച്ചറൽ വേസ്റ്റ്, യൂസിങ് ഇൻസിനറേറ്റേഴ്സ്, സ്പ്രേയിങ് പെസ്റ്റിസൈഡ്സ് സ്പ്രേ ചെയ്യുന്നത് കൊണ്ട്, ആൻഡ് യൂസിങ് നാച്ചുറൽ സോഴ്സസ്. എന്താണ് പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉപയോഗിക്കും, ഉണ്ടാകുന്നത് എന്താണ് പ്രകൃതിയിലെ വിഭവങ്ങളൊക്കെ നശിക്കപ്പെടാൻ സാധ്യത. സച്ചാസ് അപ്പൊ അങ്ങനെയാണ് വിൻഡ് ബോണി ഡസ്റ്റ്. വിൻഡ് ബോണി ഡസ്റ്റ് എന്ന് വെച്ചാൽ കാറ്റുകൾ, പൊടിപടലങ്ങൾ പറത്തിക്കൊണ്ട്, പിന്നെ ഫുംഗി, മോൾസ് ആൻഡ് ബാക്ടീരിയ, ഇതൊക്കെ നമ്മൾ എന്താണ് ഹെൽത്തിനെ എഫക്ട് ചെയ്യും. മിസലേനിയസ് എന്ന് പറയുന്നത് അതാണ്. ന്യൂക്ലിയർ എനർജി പ്രോഗ്രാംസ്, അങ്ങനെയുള്ള കാര്യങ്ങളെ ഇൻക്ലൂഡ് ചെയ്താണ് മിസലേനിയസ് എന്ന് പറയുന്നത്. ബേണിംഗ് അഗ്രികൾച്ചറൽ വേസ്റ്റ്, ഇതൊക്കെ ഉദ്ദേശിച്ചിട്ടാ. അടുത്തത് ബയോളജിക്കൽ ഏജൻസ്. ബയോളജിക്കൽ ഏജൻസ് ഇപ്പൊ ഞാൻ പറഞ്ഞു. ബയോളജിക്കൽ ഏജൻസ് ഏതൊക്കെയാണ്? ബയോളജിക്കൽ ഏജൻസ് ബാക്ടീരിയ മുഖേന, വൈറസ് മുഖേന പൊല്യൂട്ട് ആവുന്ന ഏരിയയാണ്. ട്രാവൽ ലാർജ് ഡിസ്റ്റൻസസ്. ഓക്കെ, അത് ഫുഡിൽ വരാം, മിൽക്ക്, വാട്ടർ, എല്ലാത്തിനും നമുക്ക് അത് പ്രശ്നം വരാം. ഡിസീസ് കോസിംഗ് ഡസ്റ്റ് മുഖേന ഉള്ളത്, അങ്ങനെയൊക്കെ വരാം അല്ലെ. Pollution of open exposure and ultraviolet light. നമ്മൾ പറഞ്ഞില്ലേ വാഹനങ്ങളുടെ ഇന്ധനങ്ങളുടെ പുക കൊണ്ട് എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടും, എന്താണ് ഓക്സിജന്റെ അളവ് കുറയാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഓക്സിജൻ ആണ് ഏറ്റവും വേണ്ടത് നമുക്ക്, ഹ്യൂമണിന് ആവശ്യമായിട്ട്, ഹ്യൂമണിനും അനിമൽസിനൊക്കെ. പക്ഷെ ഓക്സിജന്റെ അളവ് തീരെ കുറയുമ്പോൾ എന്ത് ചെയ്യും? പല പല രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതുപോലെ നമ്മുടെ ഈ പൊടിപടലങ്ങളിൽ ഈ ചൂട് കൂടുന്നതനുസരിച്ച് നമ്മുടെ അൾട്രാവയലറ്റ് രശ്മികൾക്ക് എന്ത് ചെയ്യും? വിള്ളലുകൾ ഉണ്ടാവാണ്. അപ്പൊ സൂര്യപ്രകാശം നേരിട്ട് ഭൂമിയിലേക്ക് വരാതെ തടഞ്ഞിരിക്കുന്ന ഒരു ഇതാണ് UV റേസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു തടസ്സം കൊണ്ട് അതങ്ങനെ ഇല്ലാതെ ആയി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് രോഗങ്ങൾ വരും. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ എന്ത് രോഗങ്ങളില്ല, സ്കിൻ ക്യാൻസർ പോലത്തെ ഡിസീസസ് ഒന്നും ഇല്ല. ഇനിവേ ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ അങ്ങനെയുള്ള രോഗം ഉണ്ടാകുന്നതാണ് എന്താണ് സ്റ്റഡീസിൽ പറയുന്നത്. എന്തുകൊണ്ടാ? കാരണം നമ്മുടെ ഇവിടുത്തെ യൂസിങ് ഉപയോഗിച്ച്, നമ്മുടെ പ്രകൃതിയിലെ നമ്മുടെ ഹ്യൂമന്റെ ആക്ടിവിറ്റീസ് മുഖേന നമുക്ക് അങ്ങനെയുള്ള രോഗങ്ങൾ ഇനി വരാവുന്ന സാധ്യതകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നത് കേട്ടോ. പിന്നെ ഹൗസിംഗ് ഓഫ് എയർ പൊല്യൂഷൻ. Housing is indoor air. Indoor air is influenced by a number of variables in addition outdoor air.
അതായത് നമ്മൾ ഔട്ട്ഡോർ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇൻഡോർ എയർ നമുക്ക് ഇമ്പോർട്ടന്റ് അല്ലേ? ഇൻഡോർ എയർ എന്ന് വെച്ചാൽ നമ്മളൊരു ഹൗസ്, നമ്മളിപ്പോ എന്താ നമ്മളെല്ലാവരും കൂട്ടുകുടുംബത്തിലൊന്നല്ലല്ലോ ജീവിക്കുന്നത്. അപ്പൊ എല്ലാവരും സിംഗിൾ ഫാമിലിയാണ്. അപ്പൊ എല്ലാത്തിലും ഇങ്ങനെ തിങ്ങി പാർക്കുന്ന ഏരിയസിലൊക്കെ ആണെങ്കിലും അവിടെ എന്ത് ചെയ്യില്ല, വെന്റിലേഷന്റെ സൗകര്യം ഉണ്ട്. വെന്റിലേഷൻ ഉണ്ടെങ്കിലും പുറത്തത്തെ എയറും അത്രയും നമുക്ക് അറ്റ്മോസ്ഫിയർ കണ്ടീഷൻ നല്ലതല്ലെങ്കിൽ അവിടെ രോഗങ്ങൾ ഒരുപാട് ഉണ്ടാകും അല്ലെ? അപ്പൊ നമ്മൾ ഹെൽത്തി ഹോം ഷുഡ് ഓഫർ ഫിസിക്കൽ സേഫ്റ്റി. ഹെൽത്തി ഹോം എന്നുണ്ടെങ്കിൽ ഒരു ഫിസിക്കൽ സേഫ്റ്റി ആണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഷെൽട്ടർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, അഡിക്കേറ്റ് ഫോർ കുക്കിംഗ്, നമ്മുടെ അനുസരിച്ച് കുക്ക് ചെയ്യാം, ഈറ്റിംഗ്, ഭക്ഷണം കഴിക്കാം, വാഷ് ചെയ്യാം. പിന്നെ എന്താണ് എക്സ്ക്രീറ്ററി ഫങ്ഷൻസ്, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹ്യൂമനിൽ ഉണ്ടാകുന്ന ഡൈജഷൻസ്, അങ്ങനത്തെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന പല പല പ്രശ്നങ്ങൾ നമുക്ക് എന്താണ് ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽസ്, ഹാർംഫുൾ മെറ്റീരിയൽസ് ഉപയോഗിക്കുക, ഷുഡ് ഹാംസ് ഗുഡ് ഹെൽത്ത് ഉണ്ടാക്കി എടുക്കാൻ നോക്കണം. പ്രൊട്ടക്ഷൻ ഓഫ് ദ റിസ്ക് എക്സ്പോഷർ, റിസ്ക് എക്സ്പോർട്ട് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഹെൽത്തി ഹോം നമുക്ക് ആവശ്യമാണ് അല്ലെ? അപ്പൊ പൂർ ഹൗസിംഗ് മേ കോൺട്രിബ്യൂട്ടറി, പൂർ ഹൗസിംഗ് ആണെങ്കിൽ, നല്ല ഹൗസ് അല്ല, പൂർ ഹൗസിംഗ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, ശ്വാസകോശപര ബന്ധമായിട്ടുള്ള രോഗങ്ങള്, കോൾഡ്, ട്യൂബർകുലോസിസ്, ഇൻഫ്ലുവൻസ, ഡെഫ്തീരിയ, ബ്രോങ്കൈറ്റിസ്, മീസിൽസ്, വൂപ്പിംഗ് കഫ്, ഇതൊക്കെയുള്ള രോഗങ്ങൾ, അതുപോലെ സ്കിൻ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ഹ്യൂമനിൽ എന്താണ് ഹൗസിംഗ് എയർ പൊല്യൂഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ദാറ്റ് ഇൻ ദ ഇൻഡോർ എയർ വെരി ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇൻഫ്ലുവൻസ് നമ്പർ ഓഫ് വേരിയബിൾസ് ഇൻ അഡീഷൻ ഔട്ട്ഡോർ എയർ. ഓക്കെ, അപ്പൊ ഇൻഡോർ എയർ പൊല്യൂഷനിലെ സോഴ്സസ് ആൻഡ് ഇമ്പാക്ട് എന്നാണ്. ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. സിൻസ് വി ബർഡ് ഓഫ് ലോട്ട് ഓഫ് ടൈം ഇൻഡോർസ്, നമ്മള് കൂടുതൽ ടൈമും തന്നെ ലോട്ട് ഓഫ് ടൈം ഇൻഡോർസിൽ സ്പെൻഡ് ചെയ്ത് തന്നെ അറ്റ്മോസ്ഫിയർ ഈക്വലി എസെൻഷ്യലി indoor atmosphere is equally essentially physical aspects of human are crucial defining influence indoor air pollution and its effects. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞു, വെന്റിലേഷൻ ഉണ്ടായിരിക്കണം, പിന്നെ എന്താണ് ക്വാണ്ടിറ്റി ഓഫ് എക്സോസ്റ്റ് ഫാൻസ്, പിന്നെ ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി നോക്കാം. അപ്പൊ നമ്മള് സോളിഡ് ഫ്യൂവൽസ് ഇൻഡോറിൽ ഉണ്ടാകും. സോളിഡ് ഫ്യൂവൽസ് എന്ന് വെച്ചാൽ ഈ കരവസ്തുക്കൾ കത്തിച്ചുകൊണ്ടുള്ള ഫ്യൂവൽസ് കൊണ്ടുള്ള ഇന്ധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതുകൊണ്ടുള്ള പൊല്യൂഷൻസ് ഒക്കെ നമ്മുടെ വീടിന്റെ ഉള്ളിൽ വരുന്നത് നമുക്ക് എന്ത് ചെയ്യും, പൊല്യൂഷൻ, നമ്മുടെ എയർ പൊല്യൂഷന് കാരണമാണ് അല്ലെ? ഫൈൻ പാർട്ടിക്കിൾസ്, അതിൽ നിന്ന് എന്താണ് ഇൻഡോർ പൊല്യൂഷൻസ് ഗ്ലോബലി. അപ്പൊ എന്താണ് ആന്റി നെഗ്ലിജന്റ് ഒരുപാട് കണ്ടീഷനിങ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കോസ്റ്റ് ഓഫ് ഇൻഡോർ പൊല്യൂഷൻസ് ഗ്ലോബലി, ഫൈൻ പാർട്ടിക്കിൾസ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, പോളി പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ തന്നെ പോളിസിലിക്കിക് ഓട്ടോമാറ്റിക് PAH എന്നാണ് പറയുന്നത്. അത് പോളിസിലിക് സൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്, സൾഫർ ഡയോക്സൈഡ്, ഇതെല്ലാം മോസ്റ്റ് കോമൺ ഇൻഡോർ പൊല്യൂട്ടൻസ് ആണ് കേട്ടോ. അപ്പൊ അതൊക്കെ നമ്മൾ ഇല്ലാതെ. പിന്നെ എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ കൊണ്ടുള്ള കാരണങ്ങൾ എന്താണ്, എയർ പൊല്യൂഷൻ കൊണ്ട് ഒരുപാട് രോഗങ്ങൾ ഉണ്ട് അല്ലെ? ഹ്യൂമൻ മോർട്ടാലിറ്റി, അതായത് എന്താണ് മരണനിരക്ക്, മനുഷ്യന്റെ മരണനിരക്ക് സാധാരണ പഴയതിലും വെച്ച് നമ്മള് പണ്ടൊക്കെ എന്ന് പറയുമ്പോ എന്താണ്, ഒരു വീടില് ഒരു വീട് ഉണ്ടാവും, അതിന് ആ വീടിന്റെ ചുറ്റും എന്താണ് കുറെ കൃഷിയും ഏരിയാസ് ഒക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ഹൗസുകളത്. ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പൊ എല്ലാവരും മുട്ടി വീടുകളും കാര്യങ്ങളും ആവുമ്പോൾ അതനുസരിച്ചിട്ടുള്ള ലൈഫ് സ്പാനും ഉള്ളൂ നമുക്ക് രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എയർ പൊല്യൂഷൻ നമ്മുടെ കൂടാണ്. കാരണം എന്താണ്, ഹ്യൂമൻസ് തിങ്ങി പാർക്കുമ്പോ അവിടെ എല്ലാ വേസ്റ്റുകൾ ഓരോ ഹ്യൂമൻസിനും ഉണ്ട്. ഓരോ ഫുഡ് ഉണ്ടാക്കുമ്പോഴുള്ള വേസ്റ്റുകൾ, ഇതെല്ലാം നമുക്ക് വേസ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ മണ്ണ് ഇതിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരുപാട് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ കത്തിക്കുന്നത് കൊണ്ടും ഒക്കെ നമുക്ക് പൊല്യൂഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് രോഗങ്ങൾ നമുക്ക് ഉണ്ടാവണം. അപ്പൊ റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്ക് ഫസ്റ്റ് രോഗം വരുന്നത്, അപ്പൊ ശ്വാസകോശപരമായ രോഗങ്ങളാണ് ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടെന്ന് പറയുന്നത്. ഹാർട്ട് അറ്റാക്ക്, റെസ്പിറേറ്ററി ആയിട്ടുള്ള ബ്രോങ്കൈറ്റിസ്, ആസ്മ, അങ്ങനത്തെ രോഗങ്ങളൊക്കെ ഇപ്പൊ കൂടി വരുന്നു. കാരണം എന്താണ്, ഈ നമ്മുടെ ജീവിത രീതികൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട്. അപ്പൊ എന്തൊക്കെ രോഗങ്ങളാണ് ഇമ്മീഡിയറ്റ് എഫക്ട്സ് ഇൻക്ലൂഡ് ഐ ആൻഡ് നോസ് ഇറിറ്റേഷൻ, ഈ അലർജി പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇപ്പൊ എനിക്കുണ്ട് പോലെ അലർജി പ്രശ്നം. അപ്പൊ അതുപോലെ എല്ലാവർക്കും എന്താണ് ഓരോ പ്രശ്നങ്ങൾ സമൂഹത്തിലുണ്ട്. പക്ഷെ ഇതിനു മുമ്പുള്ള കാലഘട്ടം നിങ്ങൾ ചിന്തിച്ചേ, അഗ്രികൾച്ചർ ആയിരുന്നു മോസ്റ്റ് ഓഫ്, നമ്മൾ അഗ്രികൾച്ചറിന്റെ കുറ്റം പറയുമെങ്കിലും അഗ്രികൾച്ചർ ആയിരുന്നു മോസ്റ്റ് ഓഫ് ആളുകൾ ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തില്ല, അവിടെ അത്രയും സാധാരണ കെമിക്കൽ ആയിട്ടുള്ള സാധനങ്ങളല്ല അവിടെ ഉപയോഗിച്ചിട്ടിരുന്നത്. സാധാരണ നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള വളങ്ങൾ ഉപയോഗിച്ച് ഉള്ള കൃഷി രീതികളായിരുന്നു അല്ലെ, കെമിക്കലൊന്നും ഉപയോഗിക്കാതെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് രോഗങ്ങൾ കുറവായിരുന്നു. ഇന്നിപ്പോ അതിന് പകരം എല്ലാ രോഗങ്ങളും നമുക്ക് പിടിപെട്ടു. ക്യാൻസർ മുതൽക്ക്, ആസ്മ മുതൽക്ക്, എംഫിസിമ മുതൽക്ക്, റെസ്പിറേറ്ററി അലർജീസ് എല്ലാം, കാർഡിയോവാസ്കുലർ ഹൃദയധമനികളിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ, ഇതെല്ലാം നമുക്ക് എന്താണ് പ്രശ്നങ്ങളായിട്ട് വന്നു. പിന്നെ അടുത്ത പോയിന്റ്, ഇത് 3 കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. വാട്ടറിൽ ഉണ്ടാകുന്ന പൊല്യൂഷൻസ്, പിന്നെ എയറിൽ ഉണ്ടാകുന്ന പൊല്യൂഷൻസ്, പിന്നെ എഫക്ട്സ് ഓഫ് ബയോളജിക്കൽ, കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ഏജൻസ്, ഫുഡ് റിസോഴ്സസ് ഓഫ് ഹ്യൂമൻ ഹെൽത്ത്.
ഇത് ബയോളജിക്കലി, കെമിക്കലി, ഫിസിക്കലി ഏജന്റ് കൊണ്ട് ഫുഡിൽ ഉണ്ടാകുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങളെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്. അൺക്ലീൻ എൻവയോൺമെന്റ്സ് ഹാവ് ദ എബിലിറ്റി ടു കണ്ടാമിനേറ്റ് ഹ്യൂമൻ കൺസ്യൂംഡ് ഫുഡ് ആൻഡ് വാട്ടർ. അൺക്ലീൻ ആയിട്ടുള്ള എൻവയോൺമെന്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, ഒരു എബിലിറ്റി ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ഫുഡ് ആൻഡ് വാട്ടർ കിട്ടില്ല. ലീഡിങ് അപ്പൊ എന്താണ്, നല്ല ശുദ്ധമായ വെള്ളവും ഭക്ഷണം കിട്ടുമോ അങ്ങനെയുള്ള സ്ഥലത്തില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യും, വൈഡ് സ്പ്രെഡ് ഓഫ് ഡിസീസസ് വൈഡ് സ്പ്രെഡ് ആവും. ആസ് എ റിസൾട്ട് പ്രിവെന്റിങ് ഫുഡ് ബോണി ഇൽനെസ്. അപ്പൊ അവിടെ ഫുഡ് ബോണി ഇൽനെസ് ഉണ്ടാവാൻ തടയാനുള്ള കാരണങ്ങൾ എങ്ങനെയാണ്, മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ, കീപ്പിംഗ് എൻവയോൺമെന്റൽ ക്ലീൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പേഴ്സണൽ ഹൈജീൻ വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻ എൻവയോൺമെന്റൽ ക്ലീൻ. പേഴ്സണൽ ഹൈജീൻ നമുക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഫുഡ് പോയിസണിങ് ഓഫ് നോൺ ആസ് ഫുഡ് ബോണി ഇൽനെസ്. ഫുഡ് പോയിസണിങ് ആണ് ഉണ്ടാകുന്നതുകൊണ്ടാണ് ഫുഡ് ബോണി ഇൽനെസിന് കാരണമാകുന്നത്. ദിസ് ടൈം യൂസ് ടു ഡിസ്ക്രൈബ് ദ ഹ്യൂമൻ കൺസംപ്ഷൻ ഓഫ് ഫുഡ് ബോണി ഇൻടോക്സിക്കേഷൻ ആൻഡ് ഇൽനെസ്. ഫുഡ് ബോണി ഇൽനെസിന് കാരണം നമ്മുടെ ഹ്യൂമന്റെ കൺസംഷൻ കൊണ്ട് തന്നെയാണ്. അപ്പൊ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യണം, നല്ല പേഴ്സണൽ ഹൈജീൻ, രണ്ടുനേരം കുളിക്കുക, ബ്രഷ് ചെയ്യുക, ഡ്രസ്സ് വാഷ് ചെയ്ത ഡ്രസ്സ്, ഉണങ്ങിയ ഡ്രസ്സ് ഉപയോഗിക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കാര്യങ്ങളെ കുറിച്ച് കേട്ടിട്ട് കൊറോണ വൈറസ് വന്നേ പിന്നെയാണ് നമ്മൾ ഇത്രയും ഇത് പറഞ്ഞത് അല്ലെ. അപ്പൊ അതുപോലെ രോഗങ്ങൾ ഇല്ലാതിരിക്കുകയും നമ്മൾ അതനുസരിച്ചുള്ള ഇഞ്ചക്ഷൻസ് ഓഫ് ഹോർമോൺസ്, ആന്റിബയോട്ടിക്സ്, പെസ്റ്റിസൈഡ്സ്, റിപ്പൺ ഫ്രൂട്ട് ആർ കൺസ്യൂംഡ് ആസ് പാർട്ട് ഓഫ് അവർ ഫുഡ് ചെയിൻ. ഫുഡ് ചെയിനിൽ നമ്മുടെ പാർട്ട് ഓഫ് ഫുഡ് ചെയിനിൽ എന്താണ് കൺസ്യൂംഡ് ചെയ്യാൻ നോക്കണം എന്നാണ് പറയണത്. ഓക്കെ, പിന്നെ എന്താണ്, ഫുഡ് ബോഡി ഇൽനെസ് ആർ വൺ ഓഫ് ദ മെയിൻ കോസ് ഓഫ് ഇൽനെസ് ഇൻ മോർട്ടാലിറ്റി. മോർട്ടാലിറ്റിക്ക് കാരണം ഫുഡ് ബോഡി ഇൽനെസ്, രോഗം വന്ന് മരിക്കുന്ന മരണസംഖ്യ കൂടുന്നതിനൊക്കെ കാരണമാകുന്നു. അങ്ങനെ ഉള്ള കാര്യങ്ങൾ. അപ്പൊ അതിനു വേണ്ടി സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ജനറൽ ഹെൽത്ത് സർവീസസ്, അക്കോർഡിംഗ് ടു ഡയറക്ടറേറ്റ് ജനറൽ ഹെൽത്ത് സർവീസസ് ഗ്ലോബൽ ബർഡൻ ഡിസീസസ് സ്റ്റഡി നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്രോക്സിമേറ്റ്ലി 3 മില്യൺ ഇൽനെസ് അപ്രോക്സിമേറ്റ്ലി ഉണ്ടെന്നാണ് പറയുന്നത്. പെർ ഇയറിൽ 1.5 മില്യൺ ഫെറ്റാലിറ്റീസ് പെർ ഇയർ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ എന്താണ്, ആന്ത്രാക്സ്, ഫോർ ഇൻസ്റ്റൻസ് ജെംസ്പോസ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് ആന്ത്രാക്സ്, കോളറ, ഡിസെൻട്രി ആൻഡ് ടൈഫോയിഡ് ഫീവർ. വറസ് പാരസൈറ്റ്സ് കോസ് അമിയോബിയാസിസ് ആൻഡ് കോളറോക്കിയാസിസ് കേട്ടോ. അമീബ രോഗങ്ങൾ, അമീബ പോലത്തെ രോഗങ്ങൾ കൊണ്ടുള്ള രോഗങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ടൈപ്പ് ഓഫ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫുഡ് ബോണി ഡിസീസസ് ഉണ്ട്? ഇൻഫിക്റ്റിയസ് ഫുഡ് ബോണി ഡിസീസസ് ഉണ്ട്. ഫുഡ് ബോണി ഇൽനെസ് ബ്രോട്ട് ഓൺ ബൈ കെമിക്കൽ കണ്ടാമിനേഷൻ. ഇത് രണ്ടെണ്ണം എയും ബി ആയിട്ട് കൊടുത്തേക്കണം. അപ്പൊ ഇൻഫിക്റ്റിയസ് ഫുഡ് ബോണി ഡിസീസ് എന്ന് വെച്ചാൽ ബാക്ടീരിയ, വൈറസസ്, പ്രോട്ടോസോവ ആൻഡ് ഹെൽമിൻസ് ആർ ഹാർംഫുൾ ഓർഗാനിസം. അതായത് അങ്ങനെയുള്ള രോഗങ്ങൾ ഈ ബാക്ടീരിയ മുഖേന, വൈറസസ് മുഖേന, പ്രോട്ടോസോവ മുഖേന ഉണ്ടാകുന്ന മലേറിയ പോലുള്ള രോഗങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള രോഗങ്ങൾ. അപ്പൊ ഇതിപ്പോ ഒത്തിരി നമ്മൾ പറഞ്ഞ സാൽമോണല്ല, എന്ന് പറഞ്ഞ കുറെ രോഗങ്ങളുണ്ട്. യെർസീനിയ, നോർവോക്ക് ലൈക്ക് വൈറസ്, അങ്ങനെ ഒരുപാട് വൈറസ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചൊക്കെയാണ് infectious foodborne diseases. Foodborne illness brought on by chemical contamination. Heavy metals like mercury, lead, and cadmium may enter food chain as well as result in industrial sources. അഗ്രികൾച്ചറിൽ ഉപയോഗിക്കുന്ന വളങ്ങൾ കൊണ്ട്, മെത്തേഡ്സുകൾ കൊണ്ട് എന്ത് ചെയ്യും, കെമിക്കലി ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസേഴ്സ് കൊണ്ടൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന മെർക്കുറി പോലുള്ള, ലെഡ് പോലുള്ള സാധനങ്ങൾ നമുക്ക് ഫുഡിലേക്ക് കയറി വരികയും അത് മുഖേന ഉണ്ടാകുന്ന ഇൽനെസ്സും രോഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇത് പറയുന്നത്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന എപ്പോഴും എന്താണ്, ഞാൻ ഇപ്പൊ പറഞ്ഞു, നാച്ചുറൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ച് നമ്മൾ കൃഷി നടത്തുമ്പോൾ നമ്മുടെ എന്തെങ്കിലും മണ്ണിന് കേടില്ല. പിന്നെ എന്താണ്, നമുക്ക് നല്ല ഫുഡുകൾ കഴിക്കാം അല്ലെ. പച്ചക്കറികളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാന്നൊക്കെ പറഞ്ഞ കുറെ മെത്തേഡുകളാണ്. അപ്പൊ എക്കോളജിക്കലി സേഫ്റ്റി ആയിട്ടുള്ളത് ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ പെസ്റ്റിസൈഡ്സ് ഇല്ലാത്ത ഒരു രീതിയിലുള്ള രീതിയിലുള്ള കൊണ്ടുവരികയാണെങ്കിൽ എന്താണ്, ഫുഡ് ബോൺ ഇൽനെസ് മാക്സിമം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ, കൺസ്യൂമിങ് ടൈൻറ്റഡ് ഫുഡ്സ് സച്ച് ആസ് മഷ്റൂം സ്റ്റെയിൻ വിത്ത് അമറ്റോക്സിൻ എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത്രയും നമ്മൾ ഡീപ്പായിട്ട് പോകலாம். പക്ഷെ ഇതിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, FSSAI ആണ് നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പൊ നമ്മൾ ഫുഡ് പ്രോഡക്ട്സ് ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സിംബൽ ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അത് ഐഡന്റിഫൈഡ് കോമൺ പ്രാക്ടിക്കൽസ് ഇൻ ഇന്ത്യ ഇൻക്ലൂഡിങ് അഡൾട്രേഷൻ ഓഫ് മിൽക്ക്. ഇത് കൂടുതലും നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ അഡൾട്രേഷൻ ഓഫ് മിൽക്കിൽ ഉണ്ടാകുന്ന, മിൽക്കിൽ ചേർക്കുന്ന മായം ചേർക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, മിൽക്ക് പ്രോഡക്ട്സിൽ ഉണ്ടാക്കുന്ന മായം ചേർക്കൽ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ മായം ചേർക്കണം, അവിടുത്തെ ആ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയാണ് FSSAI കൂടുതലും ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ എന്താണ്, ഫോറിൻ പ്രോട്ടീൻസ്, ഷുഗർ, അതിൽ എന്തൊക്കെ ചേർന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ. അപ്പൊ അക്കോർഡിംഗ് ടു റീസെന്റ് FSSAI അസസ്മെന്റ് എന്തിനൊക്കെ വേണ്ടിയാണെന്നൊക്കെയാണ് നോക്കിയാണ് കേട്ടോ. യെല്ലോ ഹണി with sugar, food grains with stones, jute, insect,
coffee powder and tamarind seed, chicory powder and tea leaves with dye and gypsum. ഇതൊക്കെ ശരിയാണോ എന്ന് നമുക്കറിയില്ല. അപ്പൊ ഇങ്ങനെ ഒരു അസസ്മെന്റ് 2018 നടത്തിയിട്ടുണ്ട്. 68% ഓഫ് ഇന്ത്യസ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ഡു നോട്ട് മീറ്റ് ക്രൈറ്റീരിയ. ഈ ഒരു ക്രൈറ്റീരിയ ഒന്നും ബാധിക്കാത്ത രീതിയിലാണ് ഇന്ത്യയിൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മിൽക്ക് പ്രോഡക്ട്സ് ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. 68% പേരും ഇന്ത്യയിൽ. ഓക്കെ, അപ്പൊ ഇങ്ങനെ. അപ്പൊ പിന്നെ പോൾട്രി മീറ്റ് ഇൻഡസ്ട്രീസ് എന്ന് വെച്ചാൽ എന്താണ്, മൃഗങ്ങളെ വളർത്തിയിട്ട് ഭക്ഷ്യവസ്തുക്കളാക്കുന്ന നോൺ വെജിറ്റേറിയൻ ഉപയോഗിക്കുന്നത് എന്താണ്, എക്സസീവ് എമൗണ്ട് ഓഫ് ആന്റിബയോട്ടിക്സ് കെമിക്കൽസ് ഒക്കെ ഉപയോഗിക്കുകയാണ്. അവർക്ക് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ എക്സസീവ് കുറച്ച് സ്മോൾ ഇഞ്ചക്ഷൻ ആണെങ്കിൽ പയ്യെ ആണ് ഈ ബേർഡ്സ് ഒക്കെ. ഇപ്പൊ കോഴികളൊക്കെയാണ് ഉദ്ദേശിക്കണമെങ്കിൽ അവരെന്ത് ചെയ്യും, കുറച്ച് പയ്യെ ആയിരിക്കും വളരുള്ളൂ. പക്ഷെ നമ്മൾ കുറെ കെമിക്കൽസ്, കൂടുതൽ ഹൈ എമൗണ്ട് ഓഫ് കെമിക്കൽസ് ഇഞ്ചക്ട് ചെയ്യുമ്പോഴോ ഇത് പെട്ടെന്ന് വളരും അല്ലെ, ഒരാഴ്ച കൊണ്ട് ചിലപ്പോൾ വളരും. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ്, നമ്മുടെ ഹെൽത്തി കണ്ടീഷൻസ് പ്രശ്നമാവും. അതുപോലെ എന്താണ്, വൃത്തികെട്ട അവസ്ഥയിൽ ഈ മൃഗങ്ങളെ കൊണ്ട് കെട്ടിയിട്ട് വൃത്തിയില്ലാത്ത രീതിയിലുള്ള അതിന്റെ ഒരു ഇതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. പിന്നെന്താണ്, ഏറ്റവും കുറഞ്ഞ ചീപ്പ് രീതിയിലുള്ള തീറ്റകൾ, ഫെഡ് ഇൻഫീരിയർ ഫീഡ് എന്നാണ് അതിന് പറയുന്നത്, അതൊക്കെ കൊടുക്കുന്നുണ്ട്. ഏറ്റവും ചീപ്പ് വിലക്ക് കിട്ടുന്ന ഭക്ഷണ രീതികൾ കൊടുത്ത മൃഗങ്ങളിൽ നിന്നാണെങ്കിൽ നമുക്കത് തിരിച്ച് നമുക്ക് മനുഷ്യർക്ക് തന്നെ ബാധിക്കുന്നത്. അവരുടെ പാൽ കുടിക്കുമ്പോൾ നമ്മൾ ആ ഭാഗം, അതിന്റെ ആ ഫുഡ് കൊണ്ടുള്ള ഇൻഫെക്ഷൻസ് നമുക്കും ഉണ്ടാകും. അപ്പൊ അതും ഒക്കെ നമുക്ക് എന്താണ്, ബാധകമാണ് കേട്ടോ. അപ്പൊ അതാണ് ഇതിൽ പറയുന്നത്. പിന്നെ അടുത്തത് എഫക്ട്സ് ഓഫ് ബയോളജിക്കൽ, കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ഏജൻസ് ആൻഡ് ലാൻഡ് ആൻഡ് സോയിൽ റിസോഴ്സ് ഇൻ ഹ്യൂമൻ ഹെൽത്ത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ലാൻഡില് അഗ്രികൾച്ചറൽ വേസ്റ്റ് ഇടുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഒരു പൊല്യൂഷൻസിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യണം, അർബൻ ഏരിയാസിലേക്ക് സ്ട്രഗിൾ വിത്ത് എ ലോട്ട് ഓഫ് സോളിഡ് വേസ്റ്റ് വിച്ച് ഈസ് മെയ്ഡ് വേഴ്സ് ഓഫ് ദ പോപ്പുലേഷൻ ഗ്രോത്ത്. അപ്പൊ ഒരുപാട് പോപ്പുലേഷൻ, ജനസംഖ്യ കൂടുന്നത് കൊണ്ട് അവിടെ എന്ത് ചെയ്യണം, സോളിഡ് വേസ്റ്റുകൾ കൂടുന്നത്. പ്രോബ്ലംസ് വിത്ത് ലാൻഡ് കണ്ടാമിനേഷൻ ആർ എക്സ്കാർഡഡ് ബൈ ഹോം, exacerbated by home agriculture industries as well as e-waste, medical waste and radioactive waste. അപ്പൊ അർബൻ ഏരിയാസിൽ എന്തെല്ലാം വേസ്റ്റുകളാണ്, ഇ വേസ്റ്റ്, മെഡിക്കൽ വേസ്റ്റ്, റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ കൊണ്ട് എന്താണ് എല്ലാ കാര്യങ്ങളും. അപ്പൊ മണ്ണ് തന്നെ ചീത്തയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ നമ്മുടെ എക്സാമ്പിൾസ് വേണം. ഇന്ത്യൻ ബയോളജിക്കൽ ഏജൻസ് കണ്ടാമിനേറ്റഡ് വാട്ടർ ആൻഡ് ഫുഡ്, സ്പ്രെഡ് ഡിസീസസ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ എല്ലാം ഈ പറയുന്ന ഡിസീസസ് ഒക്കെ വാട്ടറിൽ ഉണ്ടാകുന്ന പൊല്യൂഷൻസ് ഒക്കെ മണ്ണിലേക്കും ബാധിക്കാം കേട്ടോ. അതാണ് പറയണത്. പിന്നെ ടൈപ്സ് ഓഫ് ലാൻഡ് പൊല്യൂഷൻ, ഡിപ്പെൻഡിങ് ഓൺ ദ സോഴ്സ് ഓഫ് ദ പൊല്യൂട്ടൻസ്. എല്ലാ കാര്യങ്ങളും പൊല്യൂട്ടൻസിൽ ബാധകമാണ്. മെയിൻ ടൈപ്സ് ഓഫ് ലാൻഡ് പൊല്യൂഷൻ ഇൻക്ലൂഡ് ജനറൽ, അഗ്രികൾച്ചർ, റേഡിയോ ആക്റ്റീവ്, ബയോളജിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഒക്കെ എന്താണ് ലാൻഡ് പൊല്യൂഷന് ബാധകമാണ്. അപ്പൊ ഇതിൽ പറയുന്നത് ഇൻഡസ്ട്രിയൽ ആൻഡ് അർബൻ വേസ്റ്റ്, അഗ്രികൾച്ചർ ഞാൻ എടുത്തെടുത്ത് പോണില്ല, ഇതെല്ലാം നിങ്ങളോട് ഇപ്പൊ പറഞ്ഞു പോയേക്കണം. അപ്പൊ ഇൻഡസ്ട്രിയൽ അർബൻ വേസ്റ്റ്, അഗ്രികൾച്ചർ വേസ്റ്റ്, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്, ബയോളജിക്കൽ ഏജന്റ്, സോഴ്സ് ഓഫ് വേസ്റ്റ്, ഇതൊക്കെ എന്തിന് ബാധകമാണ്, ലാൻഡ് പൊല്യൂഷന് ബാധകമാണ്. ഇനി അടുത്തത് എക്കോളജിക്കൽ മോഡൽ ഓഫ് പോപ്പുലേഷൻ ഹെൽത്ത്. എക്കോളജിക്കൽ മോഡൽ ഓഫ് പോപ്പുലേഷൻ ഹെൽത്ത് ഇത് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്കറിയാം, എക്കോളജിക്കൽ മോഡൽ ഓഫ് പോപ്പുലേഷൻ ഹെൽത്ത് എന്ന ചാപ്റ്റർ നമുക്ക് തീർക്കാനാണ്. എക്കോളജിക്കൽ മോഡൽ ഓഫ് പോപ്പുലേഷൻ വെച്ചാൽ എക്കോളജിക്കലി റിലേഷൻഷിപ്പ് ആയിട്ടുള്ള എൻവയോൺമെന്റിന് സക്സസ് ആയിട്ടുള്ള, ഗുഡ് ആയിട്ടുള്ള, ഹെൽത്ത് ഓക്കെ ആയിട്ടുള്ള കണ്ടീഷൻസിലുള്ള രീതിയിലുള്ള ഹെൽത്ത് നോക്കാം. ഇപ്പൊ ജനസംഖ്യ കൂടിയ പോപ്പുലേഷൻ ഹെൽത്ത് എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ ഹെൽത്ത് സോഷ്യോ എക്കോളജിക്കൽ മോഡൽ എന്നാണ് പറയുന്നത്. എക്കോളജിക്കൽ മോഡൽ ഓഫ് പോപ്പുലേഷൻ ഹെൽത്ത് ഈസ് ഓൾസോ നോൺ ആസ് സോഷ്യൽ എക്കോളജിക്കൽ മോഡൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഓരോ വർഷം 20th സെഞ്ചുറിയിലായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ മാറ്റം വന്നു. ഡൊമൈൻ സൈക്കോളജി ആൻഡ് പബ്ലിക് ഹെൽത്ത് ആർ എക്കോളജിക്കൽ മോഡൽ ഓഫ് ഹെൽത്ത്. ലെവിൻ ബാർക്കർ, ബ്രോൺഫെൻ, ബ്രെനർ എന്ന് പറഞ്ഞ ആളുണ്ട് ആൻഡ് അതേഴ്സ് ബിഗൻ ടു അണ്ടർസ്റ്റാൻഡ് ബിഹേവിയർ, ദ പെർസ്പെക്റ്റീവ് ഇന്ററാക്ഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ എൻവയോൺമെന്റ് മിഡിൽ ഓഫ് ദ 20th സെഞ്ചുറി. 20th സെഞ്ചുറിന്റെ മിഡിൽ എത്തിയപ്പോ എന്താണ് നമ്മുടെ ബിഹേവിയർ, അണ്ടർസ്റ്റാൻഡ് ദ ബിഹേവിയർ ഓഫ് ദ ഹ്യൂമൻസ്, ബിഹേവിയർ മനസ്സിലാക്കി ഓരോ വ്യക്തികളെ ഇൻഡിവിജ്വൽ അനലൈസ് ചെയ്ത് അവർ അതിനെ കുറിച്ചൊരു ഇന്ററാക്ഷൻ നടത്തിയതാണ് പറഞ്ഞത്. പബ്ലിക് ഹെൽത്ത് ഡിസിപ്ലിൻസ് ലൈക്ക് മെറ്റേണിറ്റി ആൻഡ് ചൈൽഡ് ഹെൽത്ത്, ഹെൽത്ത് പ്രൊമോഷൻ, ഹെൽത്ത് സൈക്കോളജി ആൻഡ് എപ്പിഡമോളജി ഹാവ് ഓൾ എംബ്രേസ്ഡ് ദിസ് വർക്ക്. അതായത് അവരുടെ ഹെൽത്ത് എങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് അവരെ അവരുടെ സൈക്കോളജി, ഹെൽത്ത് സൈക്കോളജി എങ്ങനെയാണ്, എപ്പിഡമോളജി വരാതിരിക്കുന്നത്, പകർച്ചവ്യാധികൾ വരാതിരിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച് എന്ത് ചെയ്തു, ഇത് സ്റ്റഡി നടത്തിയതാണ് പറഞ്ഞത്. അപ്പൊ അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇതിൽ കുറച്ച് ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലിന്റെ നോളജ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് സ്കിൽസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. നമുക്കൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓർഗനൈസ് അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പബ്ലിക് ഹെൽത്ത് ആണ് കൊടുക്കണമെങ്കിൽ എന്താണ് ഇൻഡിവിജ്വൽ നോളജും ആറ്റിറ്റ്യൂഡ് സ്കിൽസ് വേണം. പിന്നെ എന്താണ് ഇന്റർപേഴ്സണൽ മീൻസ് ഫോർ എക്സാമ്പിൾ ഫാമിലി, ഫ്രണ്ട്സ്, സോഷ്യൽ നെറ്റ്വർക്ക്.
നമ്മള് ഫാമിലിയുടെ ആയാലും ഒരു ഇന്റർ പേഴ്സണൽ ആയാലും നമ്മൾ എന്താ പറയാ എല്ലാ കാര്യങ്ങൾക്കും ഒരു സഹകരണം വേണം. സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ചെയ്യണം. ഫ്രണ്ട്സിന്റെ അടുത്തായാലും സോഷ്യൽ നെറ്റ്വർക്ക്, പിന്നെ ഓർഗനൈസേഷൻ എക്സാമ്പിൾ വർക്ക് പ്ലേസ്, സ്കൂള്. ഒരു ഡിപ്രഷൻ വരാതെ രീതിയിൽ അല്ലെങ്കിൽ സ്ട്രെസ് ആയിട്ട് ചെയ്യാതിരിക്കുക. അപ്പൊ ഓർഗനൈസേഷനിലായാലും ഫ്രണ്ട്ലി ഇൻഫോർമൽ ആയിട്ടുള്ള രീതിയിലാണ്, ഫോർമൽ ഒരുപാട് ഹെവി വർക്ക് കൊടുക്കാത്ത രീതിയിൽ ഹ്യൂമൻസ് എന്നുള്ള ഒരു കൺസിഡറേഷൻ കൊടുത്ത്, പിന്നെ എന്താണ് ഒരുപാട് പൊല്യൂട്ടൻസ് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കാതെ ചിലപ്പോൾ എല്ലാം ക്ലീൻ ആയിട്ടുള്ള ഏരിയാസ്, ഹൈജീൻസ് ഇമ്പോർട്ടന്റ് ആക്കി നോക്കി അങ്ങനെയുള്ള രീതിയിലുള്ള ജീവിത രീതികൾ കൊണ്ടുവന്നാൽ നമ്മൾ അതാണ് ഒരുപാട് കാര്യങ്ങൾ എക്കോളജിക്കലി ആയി കൊണ്ടുപോകാൻ പറ്റും. കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന കൾച്ചറൽ വാല്യൂസ്, നോംസ്, ബിൽറ്റ് എൻവയോൺമെന്റ്, പിന്നെ എന്താണ് പബ്ലിക് പോളിസി ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ദ ഹ്യൂമൻ ഹെൽത്ത്. അപ്പൊ ഇത്രയും ഒരു ഡയഗ്രാം ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പബ്ലിക് പോളിസി കൺസിഡർ സച്ച് റീജിയണൽ, നാഷണൽ ആൻഡ് മുനിസിപ്പൽ റൂൾസ് ഓഫ് റെഗുലേറ്ററി ഗവൺമെന്റ് സപ്പോർട്ട് ഇമ്പോർട്ടന്റ് ആണ് ഹെൽത്ത് പാർട്ടിക്കൽസ്. അത് അല്ലെങ്കിൽ രോഗങ്ങൾ തടയാനുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മൾ ഈ പറഞ്ഞ മോസ്കിറ്റോസ്, കൊതുകിന നിവാരണം ചെയ്യാൻ വേണ്ടി പഞ്ചായത്തുകളിൽ നിന്ന് കുറെ കെമിക്കൽസ് കൊണ്ട് നമ്മള് വീട്ടിലൊക്കെ പമ്പ് ചെയ്തില്ലേ, ആ വെള്ളമൊക്കെ കമത്തിക്കളയാൻ പറയും. മഴക്കാലം വരുമ്പോഴേക്കും എന്ത് ചെയ്യും, അവരെന്ത് പറയും, ഇത് കമത്തിക്കളാതിന്റെ മരുന്ന് പിടിക്കുകയോ ഒക്കെ ചെയ്യാറില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് ഇക്കോളജിക്കലി ഇതായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഇനി കറന്റ് ലീഗൽ ഫ്രെയിംവർക്ക്, പോളിസീസ് ആൻഡ് അപ്രോച്ചസ്, അതായത് എന്തൊക്കെ ലീഗൽ അപ്രോച്ചസ് ഹെൽത്ത് സെക്ടർ ഇന്ത്യയിൽ വേണം എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അത് NGOs വേണം, റിലീജിയസ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ, റിലീജിയസ് ഗ്രൂപ്പ് ലൈക്ക് churches and NGOs, public sector entities include nuclear power industry, railroad and termed services. India's healthcare, ഞാൻ ഒത്തിരിയായിട്ട് പറഞ്ഞുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ. ഹെൽത്ത് കെയർ സിസ്റ്റംസ് ഡിവൈഡ് വിത്ത് 3 ഓണർഷിപ്പ് കാറ്റഗറി. 3 ഓണർഷിപ്പ് കാറ്റഗറീസിലാണ് പബ്ലിക്, ഗവൺമെന്റ്, പ്രൈവറ്റ് ആൻഡ് ഇൻഡിവിജ്വൽ. ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഓൾസോ ഓൺഡ് ബൈ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഓൾസോ ഓർഗനൈസ്ഡ് ബൈ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് ഉണ്ട്. പിന്നെ റിലീജിയസ് ഗ്രൂപ്പ്സ് ലൈക്ക് ചർച്ചസ് ആൻഡ് NGOs. അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ, ഒരുപാട് എന്താ പറയാ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മുഖേന ഹെൽത്തിനെ നമുക്ക് എൻവയോൺമെന്റ് ഹെൽത്ത് ആക്കി മാറ്റാൻ വേണ്ടി ഒരുപാട് ചാരിറ്റി ട്രസ്റ്റുകളൊക്കെ നമുക്ക് ഹെൽത്ത് സെക്ടറിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് റിലീജിയസ് ഗ്രൂപ്പ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പബ്ലിക് സെക്ടറിലെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, എന്റിറ്റീസ് ഇൻക്ലൂഡിംഗ് ന്യൂക്ലിയർ പവർ ഇൻഡസ്ട്രി, റോഡ്. അപ്പൊ അതൊക്കെ ചെയ്യുന്ന സർവീസസ് ചെയ്യുന്ന ഏരിയാസുകളിലൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ദി റോൾ ഓഫ് ഗവൺമെന്റ് ഇന്ത്യ, പ്രിസർവേഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് പബ്ലിക് ഹെൽത്ത് മിഷൻസ്, പ്ലാൻസ്, പ്രോഗ്രാംസ് ആൻഡ് പോളിസി. എന്തൊക്കെ പോളിസീസ് കൊണ്ടുപോകുന്നു എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. Specialized programs are being implemented such as those leprosy, smallpox, malaria, tuberculosis, HIV, AIDS and others. Central government offers more comprehensive framework. ഈ രോഗങ്ങൾക്ക് വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് എന്താണ് കൂടുതൽ കോംപ്രഹെൻസീവ് ഫ്രെയിംവർക്ക് കൊണ്ടുവന്നത്. ദിസ് ഇനീഷ്യേറ്റീവ് യൂണിഫോംലി ക്യാരിഡ് ഔട്ട് സ്റ്റേറ്റ് ലെവൽ. ഇനീഷ്യേറ്റീവ് എടുത്ത് എന്താണ് ഗവൺമെന്റ് അതിന് വേണ്ടി യൂണിഫോം ആയിട്ട് എടുത്തു, അതിന് വേണ്ടി ഇനീഷ്യേറ്റീവ് എടുത്തു, അതിന് വേണ്ടിയുള്ള ആക്ഷൻസ് എടുത്തു. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് വന്നതിന് ശേഷം എന്തോ സ്വച്ഛ് ഭാരത് മിഷൻ എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ. സപ്പോർട്ട് ഇനീഷ്യേറ്റീവ് ഇൻക്ലൂഡിംഗ് ഫാമിലി ക്ലീനിങ് ആണ്. ഫാമിലിയിലേക്ക് ഓരോ വീടുകളിലേക്ക് എന്താ പറയും, ബാത്റൂം ഫെസിലിറ്റീസ് ഒക്കെ ഇല്ലാത്തതൊക്കെ ഉണ്ട് റൂറൽ ഏരിയാസിൽ. അപ്പൊ അതിലൊക്കെ എന്താണ് സ്വച്ഛ് ഭാരത് മിഷൻ മുഖേന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ അങ്ങനത്തെ പോളിസീസ് ഒക്കെ കൊണ്ടുവന്നു. അപ്പൊ ഹെൽത്ത് മിഷൻസിൽ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻസ് എന്ന് ഞാൻ പറഞ്ഞു നേരത്തെ ഒരു ക്ലാസ്സിൽ ചാപ്റ്ററിൽ പറഞ്ഞു. നാഷണൽ ഹെൽത്ത് മിഷന്റെ അണ്ടറിൽ വരുന്നതാണ് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനും നാഷണൽ അർബൻ ഹെൽത്ത് മിഷനും. ഹൗ മെയ്ഡ് ഗ്രേറ്റ് അഡ്വാൻസ്മെന്റ് ഓഫ് ഫീൽഡ് ഓഫ് ഹെൽത്ത് മിഷൻസ്. ഇവര് രണ്ടുപേരും ഒരുപാട് ഹെൽത്ത് മിഷൻസ് കൊണ്ടുവന്നു നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ ഇന്ത്യയിൽ. സ്വച്ഛ് ഭാരത് മിഷൻ സച്ച് വാസ് just launched aims to provide everyone with access to sanitation facilities or cleaner environment. Sanitation facilities ഒക്കെ ആക്സസ് ചെയ്ത് പ്രൊവൈഡ് ചെയ്ത് everyone. അമൃത് എന്നാണ് which was introduced in 2015. അമൃത് എന്ന് പറഞ്ഞ പേരിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2015. Intends to lower the cost of patients. അതിനു വേണ്ടിയാണ് പേഷ്യൻസ് കുറച്ച് കൊണ്ടുവരാനാണ് നോക്കുന്നത്. എക്സ്പീരിയൻസ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ലൈക്ക് non-communicable diseases like cancer and heart conditions. അതിനൊക്കെ വേണ്ടിയാണ് ട്രീറ്റ്മെന്റ് കൊടുത്തത്. പിന്നെ ആയുഷ്മാൻ ഭാരത് യോജന, നാഷണൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ മിഷൻ, the largest health insurance program in the world. Largest health insurance program in the world ചോദിച്ചാൽ ആയുഷ്മാൻ ഭാരത് യോജനയാണ്. was introduced in 2018 ആണ്. Every poor household is guaranteed health coverage. ഒരു ഹെൽത്ത് കവറേജ് പൂർ ആയിട്ടുള്ള ഹൗസ് ഹോൾഡിലുള്ളവർക്ക് കൊടുക്കുന്നു. എന്താണ് വർത്ത് ₹5 lakh ട്രീറ്റ്മെന്റ് ഓഫ് മേജർ ഇൽനെസ്. നല്ല മേജർ ആയിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എന്താണ് 5 lakhന്റെ ഒരു ഗ്യാരണ്ടി ഹെൽത്ത് കവറേജ് ആണ് കൊടുക്കുന്നത്. 2018 തൊട്ടാട്ടോ അത് വന്നിരിക്കുന്നത്.
അതുപോലെ ലാൻഡ്മാർക്ക് ഹെൽത്ത് പോളിസീസ് പ്ലാൻസ് ആൻഡ് പ്രോഗ്രാംസ് എന്താണ് ഹെൽത്ത് സർവേ ഡെവലപ്മെന്റ് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ബോർ കമ്മിറ്റി റിപ്പോർട്ട് കോമൺലി നോൺ ആസ് ബോർ കമ്മിറ്റി എന്നാണ് അതിന് പറയുന്നത്. ഫസ്റ്റ് കോംപ്രഹെൻസീവ് ഹെൽത്ത് പോളിസി പ്ലാൻ ഡോക്യുമെന്റ് വാസ് ക്രിയേറ്റഡ് ഇൻ 1946 ഒരു കോംപ്രഹെൻസീവ് ഹെൽത്ത് പോളിസി പ്ലാൻ ഡോക്യുമെന്റ് കൊണ്ടുവന്നു. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ദ ഫസ്റ്റ് ഹെൽത്ത് സ്ട്രാറ്റജി വാസ് ഡെവലപ്ഡ് ആൻഡ് ഇംപ്ലിമെന്റഡ് ഇൻ 1983. 1983 അതിന്റെ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് തുടങ്ങിയത് 1983. അവർ ഇനീഷ്യേറ്റീവ് 5-year പ്ലാൻസ് എടുക്കാനോട്, അതായത് ഇപ്പൊ പറഞ്ഞു 1983 5 year പ്ലാൻസ് ഒക്കെ കൊണ്ടുവന്നില്ലേ, അതിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഗോൾസ് എന്ന് പറയുന്നത് സച്ച് ഹാൻഡിങ് എപ്പിഡമിക്സ് എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധി അല്ല, അങ്ങനെ രോഗങ്ങൾ, അത് പകർച്ചവ്യാധി അല്ല, എപ്പിഡമിക്സ് ഉദ്ദേശിക്കുന്നതിന് പറയാട്ടോ. എപ്പിഡമിക്സ് എന്ന് പറയുന്നത് സാംക്രമിക രോഗം എന്നാണ്. സാംക്രമിക രോഗങ്ങൾക്ക് വേണ്ടി ഒരു 5 year പ്ലാൻസ് ഒക്കെ കൊണ്ടുപോകുന്നു അല്ലെ. അപ്പൊ 5 പ്ലാൻസിനോട് കൂടെ കുറെ കാര്യങ്ങൾ കൊണ്ടുവരികയും ഹെൽത്ത് കെയർ റൂറൽ ഏരിയാസിൽ കൊണ്ടുവരികയും ചെയ്തു. ഇന്റർനാഷണൽ ഡിക്ലറേഷൻ ഹെൽത്ത് ഫോർ ഓൾ 2000 AD കുറെ യൂണിവേഴ്സലി ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു. പിന്നെ നാഷണൽ ഹെൽത്ത് പോളിസി NH2 റിലീസ്ഡ് 10th പ്ലാൻ, 10ാമത്തെ പ്ലാനില് and the public was asking for comments in order to achieve. അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ എക്സലന്റ് ഹെൽത്തിന് വേണ്ടി കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. 2002 കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നു. പിന്നെ എന്താണ് ഇൻക്ലൂസീവ് ഗ്രോത്ത്, അഡീഷണൽ ഇൻക്ലൂസീവ് ഗ്രോത്ത് സർവീസ് 11th പ്ലാൻസ് മെയിൻ കോൺസെപ്റ്റ് ഇൻ റിഗാർഡ് ഹെൽത്ത് സെക്ടർ. 11ാമത്തെ പ്ലാൻസിൽ നമുക്ക് പറയാം 12 പ്ലാൻസ് കമ്മീഷൻ, അതായത് പ്ലാനിംഗ് കമ്മിറ്റി വന്നപ്പോ നമുക്ക് 11 പഞ്ചവത്സര പദ്ധതികൾ എന്നാണ് പറയുന്നത്. പ്ലാനിംഗ് കമ്മിറ്റി കൊണ്ടുവന്നു 12 പഞ്ചവത്സര പദ്ധതികൾ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ ശേഷം 2015 എന്തുന്നത് നീതി ആയോഗ് വന്നതിന് ശേഷം ആസൂത്രണ കമ്മിറ്റിക്ക് പകരം നീതി ആയോഗ് വന്നു എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ പബ്ലിക് പ്ലാൻസ് കൊണ്ടുവന്നത് ഈ 12th year പഞ്ചവത്സര പദ്ധതിയിലൂടെ കൂടെ കുറെ പ്ലാനുകൾ കൊണ്ടുവന്നു. പബ്ലിക് വാസ് കൺസിഡർ ബിഫോർ ദ ക്രിയേഷൻ ഓഫ് ദ 12th പ്ലാൻ അങ്ങനെ പറയുന്നു. പിന്നെ ആഫ്റ്റർ 14 years അതൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് പോളിസീസ് പറയുന്നുണ്ട്. നാഷണൽ ഹെൽത്ത് പോളിസീസ് ആർ ദ റിലേറ്റഡ് എൻവയോൺമെന്റൽ ഹെൽത്ത് പോളിസീസ് ഇൻ ഇന്ത്യ. അപ്പൊ എന്തൊക്കെ പോളിസീസ് ആണ് എൻവയോൺമെന്റൽ ഹെൽത്തിന് വേണ്ടി ഇന്ത്യയിൽ കൊണ്ടുവന്നത്? 1983 നാഷണൽ ഹെൽത്ത് പോളിസി, 1993 നാഷണൽ ന്യൂട്രീഷൻ പോളിസി, 2000 നാഷണൽ പോപ്പുലേഷൻ പോളിസി, 2002 നാഷണൽ പോളിസി ആൻഡ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ആൻഡ് ഹോമിയോപ്പതി, 2002 നാഷണൽ ഹെൽത്ത് പോളിസി, 2005 നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, 2006 നാഷണൽ എൻവയോൺമെന്റൽ പോളിസി ഇമ്പോർട്ടന്റ് ആണ്, 2012 നാഷണൽ വാട്ടർ പോളിസി, 2017 നാഷണൽ ഹെൽത്ത് പോളിസി. ഇത്രയും പോളിസികളാണ് നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് നോക്കി വെച്ചേക്കണം. എക്സാമിന് ഓറിയന്റഡ് ആയിട്ട് ചില പോളിസി ഏതൊക്കെയാണെന്ന് ചോദിക്കും. ഓക്കെ, അപ്പൊ ഇനി ഇത്രയും പറഞ്ഞു. പിന്നെ വാട്ട് ഈസ് എൻവയോൺമെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വാട്ട് ഈസ് എൻവയോൺമെന്റൽ ഹെൽത്ത്. എൻവയോൺമെന്റൽ ഹെൽത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഫിസിക്കലി കെമിക്കലി ആയിട്ടുള്ള ബയോട്ടിക് എലമെന്റ്സിന്റെ എല്ലാ കാര്യങ്ങളും പൊല്യൂട്ടഡ് അല്ലാത്ത രീതിയിലുള്ള ആരോഗ്യം. അപ്പൊ എൻവയോൺമെന്റൽ ഹെൽത്ത് ഇതെല്ലാം ഞാൻ പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം എഴുതാട്ടോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ തന്നെയാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. പിന്നെ വാട്ട് ഈസ് ഈ സ്മോക്ക്. സ്മോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുക മഞ്ഞാണ്. സ്മോക്ക് ഈസ് എ ഫോം എയർ ആൻഡ് പൊല്യൂഷൻ ഇസ് ഡിഫിക്കൽട്ട് ടു സീ. നമുക്ക് കാണാൻ പറ്റാതെ മൂടമഞ്ഞ് പോലത്തെ. അപ്പൊ ഇതില് ഇൻ ദ ഇയർലി 1990s പീപ്പിൾ സ്റ്റാർട്ടഡ് യൂസിങ് ദ ടേം സ്മോക്ക്. 19th സെഞ്ചുറി അല്ല, 20th സെഞ്ചുറിയിലാണ് എന്താണ് ഇയർലി 1900s 20th സെഞ്ചുറിയിലാണ് പീപ്പിൾസ് സ്റ്റാർട്ടഡ് യൂസിങ് ദ ടേം സ്മോക്ക് എന്ന് പറഞ്ഞ ഒരു ഇതാണ്. ടു റെഫർ ടു കോമ്പിനേഷൻ ഓഫ് സ്മോക്ക് ഓർ ഫോഗ് ഇൻ ദ എയർ. എയർ മൊത്തം മൂടുമഞ്ഞ് കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. മോസ്റ്റ് കേസസ് ബേർണിംഗ് കോൾ വാസ് സോഴ്സ് ഓഫ് ദ സ്മോക്ക്. In the past, industries district were notorious thick blankets or smoke, and certain cities still problem today. അപ്പൊ ഭയങ്കര സ്മോക്ക് വരുന്ന സമയത്ത് നല്ല തിക്കായിട്ട് ബ്ലാങ്കറ്റ് ഒക്കെ കിട്ടിയാലും നമുക്ക് അതില് ചില ഡിസ്ട്രിക്റ്റിലൊക്കെ ഭയങ്കര പ്രശ്നമാണെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ സിറ്റീസിൽ എന്താണ് ഒരുപാട് പ്രോബ്ലം ഓരോ ദിവസം അവര് ചെയ്യുന്നുണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട്. മെജോറിറ്റി ഓഫ് ദ സ്മോക്ക് ദാറ്റ് വി ഒബ്സർവ് ടുഡേ photochemical in nature. Sunlight causes information photochemical smoke when it combines nitrogen oxide. അപ്പൊ ഓർഗാനിക്, അപ്പൊ അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയർ തന്നെ പ്രസന്റ് തന്നെ പല കാര്യങ്ങളും നമുക്ക് അടഞ്ഞു പോവുകയാണ്. അപ്പൊ അവിടെ ഓക്സിജന്റെ ഡിലേ വരും, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഡിലേ വരും. അപ്പൊ അങ്ങനെ പ്രശ്നം വരുമ്പോൾ നമ്മൾ ഈ ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിക്കുക. അപ്പൊ കാശ്മീർ പോലുള്ള ഏരിയയില് ഇതുപോലെ സ്മോക്ക് കൂടുതലുള്ള ഭാഗങ്ങളാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യും? ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിക്കുകയാണ്. ഓക്സിജൻ ഇല്ല അവിടെ. അപ്പൊ ഓക്സിജൻ ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡ് മേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഫുഡ് തീ കത്തൂല. നമ്മള് ഫുഡ് ഉണ്ടാക്കുമ്പോൾ മേക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? തീ കത്തണ്ടേ കറക്റ്റ് സമയത്ത്? അതുപോലും കത്താൻ പറ്റില്ല, കാരണം ഇങ്ങനെ ഓക്സിജന്റെ അഭാവം അവിടെ വരും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഒരുപാട് ഡെത്ത് ഇവിടെ സംഭവിക്കുന്നുണ്ട്.
അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഓസോൺ എഫക്ട് ചെയ്യാൻ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച്, ഓർഗാനിക്കലി വരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഒരുപാടുണ്ട് ഡീറ്റെയിൽസ്. സ്മോഗ് ഈസ് ഹാർംഫുൾ ടു ദി ഹെൽത്ത് ഹ്യൂമൻസ്. Smog is ozone effects and either can be detrimental. We are shielded from the potential health UV radiation. അപ്പോൾ ഓസോൺ ലെയറിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടും അങ്ങനെയൊക്കെ കാര്യങ്ങൾ. സ്മോഗ് ഈസ് ഹാർംഫുൾ ഹെൽത്തിന് ഹ്യൂമൻസ്, ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ലൈക്ക് കാര്യങ്ങളുണ്ട് കേട്ടോ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അതുണ്ട്. അപ്പൊ അത് ഒത്തിരി കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകണ്ട. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ എക്കോളജിക്കൽ മോഡൽ ഇപ്പൊ പറഞ്ഞു, എക്കോളജിക്കലി പെർസ്പെക്റ്റീവ് ഫ്രെയിംഡ് എക്കോളജിക്കലി ആയിരിക്കണം. അതിൽ എന്തൊക്കെ വേണം? എക്കോളജിക്കൽ മോഡൽ അക്നോളജ് ഹെൽത്ത് ബിഹേവിയേഴ്സ് ഇൻഫ്ലുവൻസ് സെവറൽ ലെവൽസ് ഇൻക്ലൂഡിംഗ് ദ interpersonal or individual factor, interpersonal elements such as interaction with other people, which can either provide social support ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഗനൈസേഷണൽ വേരിയബിൾസ് സച്ച് ആസ് ലോസ് റെഗുലേഷൻസിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് പോളിസീസിൽ ഉണ്ടാകുന്ന വ്യത്യാസം, ഇൻഫോർമേഷൻ സെക്ഷൻ, ഇൻഫോർമേഷൻ സോഷ്യൽ നോംസ് ദാറ്റ് എക്സിസ്റ്റ് അമംഗ് ഇൻഡിവിജ്വൽസ് ഗ്രൂപ്പ്. അതായത് നമ്മൾ ഒഫീഷ്യലി ഉണ്ടാകുന്ന കമ്മ്യൂണിറ്റി വേരിയബിൾസ് കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട്, പിന്നെ പബ്ലിക് പോളിസിയിൽ ഉണ്ടാകുന്ന ലോയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കി വേണം നമ്മൾ ഇങ്ങനെ എക്കോളജിക്കലി മോഡൽ അനലൈസ് ചെയ്ത് പോകാൻ. ഇത്രയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് കേട്ടോ. ടൈപ്പ് ഓഫ് വാട്ടർ ക്വാളിറ്റി ചേഞ്ച്, വെതർ കെമിക്കൽ, ബയോളജിക്കൽ എന്നൊക്കെ പറഞ്ഞത് ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചും അതിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെ രോഗങ്ങൾ വരാം, അതൊക്കെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇതിൽ വാട്ട് ആർ ദ 5 ആസ്പെക്ട്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ഇൻ ഹ്യൂമൻ ഹെൽത്ത് അത് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം? Pesticides have been linked to a wide variety of health problems. Generation of excessive heat and effect of thermal pollution. പിന്നെ ഓയിൽ സ്പില്ല്, ഇംപ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ, ഇംപ്രോപ്പർ ആയിട്ടുള്ള വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതുകൊണ്ട്, ആൻഡ് എസ്പെഷ്യലി യൂസേജ് ഓഫ് പ്ലാസ്റ്റിക്സ്, പിന്നെ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. പൊള്യൂട്ടൻസ് ലൈക് സിങ്ക് ക്യാൻ കോസ് ഡാമേജ് ദ കിഡ്നി. സിങ്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താണ് കിഡ്നി ഡാമേജ് ആവും. പിന്നെ എന്താണ് കോപ്പർ അങ്ങനെയുള്ള കാര്യങ്ങൾ, പൊള്യൂട്ടൻസ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് ഒത്തിരി കോപ്പർ സിങ്ക് ഒക്കെ കൂടി വരുമ്പോൾ അപ്പൊ അതുകൊണ്ടുള്ള ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. പിന്നെ വാട്ടർ പൊല്യൂഷൻസിൽ വരുന്നത് നമ്മൾ വേണമെങ്കിൽ പറഞ്ഞു നോക്കാം. ടൈഫോയിഡ് രോഗങ്ങള്, ഡിസെൻട്രി ആയിട്ടുള്ള രോഗങ്ങൾ, വയറിളക്കം, കോളറ, അങ്ങനത്തെ രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ബയോളജിക്കൽ ഏജൻസി വഴി. അതൊക്കെ എന്താണ് കെമിക്കൽ പൊല്യൂട്ടൻസ് കൊണ്ട് വരുന്നതാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇത് കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തത് എപ്പിഡെമോളജി ഡിസീസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എപ്പിഡെമോളജി ഡിസീസ് തീർക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ തീരും ഇന്നും കൂടി കഴിഞ്ഞ് നാളെ കൂടി ആവുമ്പോഴേക്കാണ് തീരുള്ളൂ കേട്ടോ. അപ്പൊ എപ്പിഡെമോളജി ഡിസീസ് എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടിയുള്ള ഡിസീസുകൾ, രോഗങ്ങളാണ്. ഫിസിക്കലി, ഹെൽത്തലി, മെന്റലി എല്ലാ കാര്യങ്ങളും കൂടി ചേർന്നിട്ടുള്ള രോഗങ്ങളാണ് എപ്പിഡെമോളജിക്കലി ഡിസീസസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ജനറൽ ഹ്യൂമൻ ഇൽനെസ് കാറ്റഗറൈസ് കമ്മ്യൂണിക്കബിൾ, ഇൻഫെക്ഷ്യസ്, ക്രോണിക്, നോൺ ട്രാൻസ്മിറ്റബിൾ ഇൽനെസ്. ക്രോണിക് ഡിസീസ് അതായത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഇതില്. രോഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ക്രോണിക് ഡിസീസസ് ആർ ദോസ് ദാറ്റ് ഹാവ് എ പ്രൊട്രാക്റ്റഡ് ഇൻക്യുബേഷൻ പീരീഡ് ആൻഡ് ഗ്രാജുവൽ ഡെവലപ്മെന്റ്. കാർഡിയോവാസ്കുലർ ഇൽനെസ്. അപ്പൊ ഇതൊക്കെ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനു വേണ്ടിയുള്ള രോഗങ്ങള് കുറച്ചുകൂടി വരാനുള്ള കാര്യങ്ങൾ ഡെവലപ്മെന്റ് ചെയ്യാതാണ് ഉദ്ദേശിക്കുന്നത്. കാർഡിയോവാസ്കുലർ ഇൽനെസ്, ആർത്രൈറ്റിസ്, ഒബിസിറ്റി, ക്യാൻസർ, ഡയബറ്റിസ്, സ്ട്രോക്ക് ആൻഡ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ആർ എക്സാമ്പിൾസ് ഓഫ് ക്രോണിക് ഡിസീസ്. ക്രോണിക് ഡിസീസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തുടർച്ചയായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള രോഗങ്ങളാണ് ഈ ക്രോണിക് ഡിസീസ്. സ്ഥിരം നമുക്ക് ഉണ്ടാകാവുന്ന രോഗങ്ങൾ. അതിനെ ഒരു എന്ത് ചെയ്യണം? അതിന്റെ സ്റ്റാർട്ടിങ് തന്നെ കണ്ടുപിടിച്ച് ചികിത്സകൾ കൊടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. John Murray last defined infectious diseases as illness caused by specific infectious agents, toxic products that result from transmission of that agent. അത് കുറെ കാര്യങ്ങളുണ്ട്, കുറെ ഏജൻസ് ട്രാൻസ്മിഷൻസ് ഉണ്ട്. പിന്നെ എന്താണ് ഓർഗാനിസം കോസ് ഇൻഫെക്ഷൻ ഈസ് നോൺ ആസ് ഏജന്റ്. ഓർഗാനിസം ഒരു കാരണമാണ് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ. ബാക്ടീരിയം, വൈറസ്, പ്രോട്ടോസോവ, ഫംഗസ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഹെൽമിന്ത് ആയിട്ടുള്ള രോഗങ്ങൾ. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് പിന്നെ വൈറസ്, ഹ്യൂമൻ ഇമ്മ്യൂണോഡെഫിഷ്യൻസി വൈറസ്, റെസ്പിറേറ്ററി സിൻഡ്രത്തിനെ ബാധിക്കുന്നത്. TB, COVID-19, ഹെപ്പറ്റൈറ്റിസ് ബി, എക്സാമ്പിൾസ് ഓഫ് ഇൻഫെക്റ്റിയസ് ഡിസീസസ്. ഇൻഫെക്റ്റിയസ് ഡിസീസസിന് എക്സാമ്പിൾ ചോദിച്ചാൽ റെസ്പിറേറ്ററി സിൻഡ്രം, TB, COVID-19 ഇൻഫെക്റ്റിയസ് ഡിസീസസ് ആണ് കേട്ടോ. നമ്മുടെ പ്രതിരോധ ശേഷി തന്നെ ഇല്ലാതാക്കി തീരുന്ന രോഗങ്ങളൊക്കെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള രോഗങ്ങളെല്ലാം കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ ഗ്ലാൻസ് ചെയ്ത് പറയുന്നത് കേട്ടോ. അടുത്തത് ഡെഫിനിഷൻസ് ഓഫ് ടേംസ്. ഓരോ ടേംസുകളുണ്ട്. ഔട്ട്ബ്രേക്ക് എന്ന് വെച്ചാൽ വ്യാപനം, രോഗവ്യാപനം. വ്യാപനം എങ്ങനെ നടക്കാം? അപ്പൊ when there are more reported causes of an infectious diseases, കൂടുതൽ റിപ്പോർട്ട് ഇൻഫെക്റ്റിയസ് ഡിസീസസ് ആണ്. then typical
and the cases of localized small geographic areas. Typically ഒരു ചെറിയ geographic ഏരിയയിലാണ് ഈ വ്യാപനം നടക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന ഏരിയകളിൽ അങ്ങനെയുള്ള ഏരിയകളിൽ typically ഈ കേസസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഔട്ട്ബ്രേക്ക് ചെയ്യുന്നതിന്റെ കാരണമാണ് when there are more reported cases than infectious diseases, that is typical, and the cases of localized to small and geographic area. കൂടുതലും ഈ വ്യാപനം നടത്തുന്നത് അങ്ങനെയുള്ള സ്മോൾ ജിയോഗ്രാഫിക് ഏരിയയിലാണ് കേസസ് ലോക്കലൈസ് ചെയ്യുന്നത് കേട്ടോ. എപ്പിഡമിക് സാംക്രമിക രോഗം ഡിഫൈൻഡ് ആസ് ദ ഔട്ട്ബ്രേക്ക് ഓഫ് ആൻ ഇൻഫെക്ഷ്യസ് ഡിസീസസ് ആണ്. അപ്പം ഇൻഫെക്ഷ്യസ് ഡിസീസസ് ആണ് ആൻഡ് അൺആന്റിസിപ്പേറ്റഡ് റേറ്റ് ഇൻ സർട്ടൻ ജിയോഗ്രഫി. ഇപ്പൊ നമ്മൾ അൺആന്റിസിപ്പേറ്റ് ചെയ്യാൻ പ്രതീക്ഷിക്കാത്ത നിരക്കിൽ കൂടും, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നതിന് നിരക്കിൽ കൂടും സാംക്രമിക രോഗം, പടർന്ന് വ്യാപിക്കും അങ്ങനെയുള്ള രോഗങ്ങൾ. പിന്നെ ഇൻഫെക്ഷ്യസ് ഡിസീസസ് is referred to as a being infected disease ഭാഗമാണ് ഇതെല്ലാം. ഔട്ട്ബ്രേക്ക് വ്യാപനം നടക്കുന്നത് സാംക്രമിക രോഗം. അപ്പൊ അതിലൊരു പറയുന്നത് ഇൻഫെക്ഷ്യസ് ഡിസീസ് referred to as a being endemic എന്ന് വെച്ചാൽ പ്രാദേശികമായ, പിന്നെ ആന്റിസിപ്പേറ്റ് ഫ്രീക്വന്റ് സ്പെസിഫിക് ടൈം ഓഫ് ജിയോഗ്രഫിക് ഒരു പ്രത്യേക ടൈമിൽ വന്നുകൊണ്ട് പോകുന്ന രോഗമാണ്. സ്പെസിഫിക് ടൈമിൽ ജിയോഗ്രാഫിക് ഏരിയയിൽ വന്ന് പെടുന്ന, പ്രാദേശികമായ ഏരിയയിൽ മാത്രം വന്നു പെടുന്ന രോഗങ്ങൾ ആന്റിസിപ്പേറ്റ് ഫ്രീക്വൻസിയിൽ വരുന്നത്. ഓക്കെ, pandemic is considered exists when the transmission of infectious disease affected several distinct nations and sizable population. എല്ലാ ഡിസ്ട്രിക്ട് നേഷൻസിലും വ്യാപിച്ചു പെടുന്ന രോഗങ്ങളാണ് പാൻഡമിക് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഡെഫിനിഷൻസ് ഓഫ് ടേംസ്, ഓരോ ടേംസിന്റെ ഡെഫിനിഷൻസ് ആണ് പറയുന്നത് കേട്ടോ. There are 4 different forms of outbreak: point source, continuous, common source എന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഇന്റർമീഡിയറ്റ് എന്തുകൊണ്ടൊക്കെയാണ് ട്രാൻസ്മിഷൻ ഇൻഫെക്ഷ്യസ് ഏജൻസ് 1% to another. അപ്പൊ as in the cases of pertussis and ഒബ്സർവേഷൻസ് ഓഫ് ക്ലസ്റ്ററിംഗ് സ്പൈക്ക്. അപ്പൊ ഇങ്ങനെയുള്ള രോഗങ്ങൾ ഔട്ട്ബ്രേക്ക് ചെയ്യുന്നത്, അതായത് വ്യാപനം തടയാനുള്ള പ്രിവെൻഷൻസ് എന്തൊക്കെ എടുക്കണം, അതിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലും പറഞ്ഞു. ഈ ചാപ്റ്ററിൽ അതായത് എപ്പിഡമോളജി ഓഫ് ഡിസീസിനെ, പകർച്ചവ്യാധി അല്ലെങ്കിൽ രോഗങ്ങൾ, സാംക്രമിക രോഗങ്ങൾ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് ഇൻഫെക്ഷ്യസ് ഡിസീസിനെ കുറിച്ചിട്ടുള്ള പഠനശാഖയാണ് ഈ ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെ ഔട്ട്ബ്രേക്ക് ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സ്റ്റെപ്സ് ഇൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഔട്ട്ബ്രേക്ക്. അപ്പൊ എന്തെല്ലാം ഇൻവെസ്റ്റിഗേഷൻ ആണ് വ്യാപനം ഇല്ലാതിരിക്കാനായിട്ട് ചെയ്യുന്നത്. അപ്പൊ സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ 2012 USA അറ്റ്ലാന്റയില് എന്തൊക്കെ 2012 എന്തെല്ലാം പ്രിവെൻഷൻസ് ആണ് ഇതിനെടുത്തത്. ഡിറ്റർമൈൻ ദ പ്രസൻസ് ഓഫ് ദ എപ്പിഡമിക്. നമ്മൾ എന്താണ് നമ്മുടെ പ്രസൻസ് ഓഫ് എപ്പിഡമിക്, എന്തൊക്കെ രോഗങ്ങളെ, സാംക്രമിക രോഗങ്ങളെ കുറിച്ചുള്ള ഒരു ഡിറ്റർമൈൻ ചെയ്തു, പ്രസന്റ് ചെയ്തു. ഡിറ്റർമൈൻ മോർ ഇൻസിഡന്റ്. അപ്പൊ ആ ഒരു എവിടെയാണോ വ്യാപിച്ചിരിക്കുന്നത് ആ സ്പെസിഫിക് ടൈം പീരീഡിനുള്ളിൽ ആ ജിയോഗ്രാഫിക് ഏരിയയിലെ ആളുകളിൽ നിന്നുള്ള ഒരു കേസസിനെ കുറിച്ചൊരു ഡിറ്റർമൈൻ ചെയ്തെടുത്തു. പിന്നെ എന്താണ് എക്സാമിനിങ് ദ ഡയഗ്നോസിക്സ് ലൈക്ക് ക്ലിനിക്കൽ ആൻഡ് ലബോറട്ടറി റിസർച്ച്. അവിടെ ചെന്നിട്ട് രോഗം എക്സാമിൻ ചെയ്തു, എന്ത് രോഗമാണെന്ന് മനസ്സിലാക്കണ്ടേ, എപ്പിഡമിക് സാംക്രമിക രോഗം. അപ്പൊ ക്ലിനിക്കലി ആയിട്ടുള്ള ലബോറട്ടറി റിസർച്ച് കൊണ്ട് നമുക്ക് എക്സ്പോഷർ ചെയ്ത മനസ്സിലാക്കാൻ പറ്റും. സ്പീക്കിംഗ് വിത്ത് അഫക്റ്റഡ് പേഷ്യൻസിന്റെ എന്തൊക്കെ വന്നിട്ടുള്ള കാര്യങ്ങൾ, റിപ്പോർട്ടിംഗ് പാറ്റേൺസ് ടു വെരിഫൈ ഡയഗ്നോസിസ്. അപ്പൊ എന്തൊക്കെ ഡയഗ്നോസിസ് സെന്ററുകൾ കൊണ്ട് ക്ലിനിക്കലി എന്തൊക്കെ എക്സാം ചെയ്യാനുള്ള ഇതുണ്ടായിരുന്നു. പിന്നെ എന്താണ് ഡെവലപ്പിംഗ് കേസ് ഡിസീസ് ഡെഫിനിഷൻ ബേസ്ഡ്. ഇതിൽ ആ കേസിനെ കുറിച്ചുള്ള ഒരു എന്താ പറയാ, അതിനെ കുറിച്ചൊരു ക്ലിനിക്കൽ സ്റ്റാൻഡേർഡ്, ആ കേസിനെ കുറിച്ചൊരു ഡെഫിനേഷൻ ഉണ്ടാക്കി, ലിമിറ്റഡ് ടൈമിനുള്ളിൽ ആ പേഴ്സൺസിന് ഒരു അപ്രോപ്രിയേറ്റ് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഡെവലപ്പ് ചെയ്തു. ആ കേസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ, ആ രോഗത്തെ കുറിച്ച് ഒരു ഡെഫിനേഷൻ കൊടുക്കാനും നമുക്ക് ക്ലിനിക്കൽ സ്റ്റാൻഡേർഡ്സിൽ ചെയ്യാൻ പറ്റി. ക്ലിനിക്കൽ സ്റ്റാൻഡേർഡ്സ് മുഖേന ചെയ്യാൻ നോക്കിയതാണ് വേണ്ടത്. ഇതെല്ലാം ഇൻവെസ്റ്റിഗേഷൻസ് ആണ് അവിടെ നടത്തുക. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ലിമിറ്റഡ് ടൈമിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ളത് നോക്കി. പിന്നെ ഗ്യാതറിംഗ് ഡേറ്റ ആൻഡ് അഡീഷണൽ കേസസ്. ഇങ്ങനെ ഒരു അഡീഷണൽ കേസസ് വരുമ്പോൾ എന്ത് ഗ്യാതറിംഗ് ഡേറ്റ, ഇങ്ങനത്തെ കറക്റ്റ് ഗ്യാതറിംഗ് ഡേറ്റാബേസ് വേണമല്ലോ. ഇപ്പൊ ലൊക്കേഷൻ, അഫക്ട് ഓഫ് ഇൻഡിവിജ്വൽസ്, ആ ലൊക്കേഷനിൽ എത്രത്തോളം ഇൻഡിവിജ്വൽസിനെ അഫക്ട് ചെയ്തു, ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻ, സൈൻ ആൻഡ് സിംറ്റംസ്, റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് സോഴ്സ് ഓഫ് ദ റിപ്പോർട്ട്, ഇതൊക്കെ നോക്കണം. അതൊക്കെ നോക്കി വേണം നമുക്ക് എന്ത് ചെയ്യണം, അവിടുത്തെ ജനസംഖ്യയുടെ ഇതനുസരിച്ച് സ്പെസിഫിക് ഏരിയയിലെ ജനസംഖ്യ പോപ്പുലേഷൻസ് അനുസരിച്ച് അവിടുത്തെ ഇഷ്യൂ അനുസരിച്ചിട്ടുള്ള കറക്റ്റ് ഡേറ്റാസ് നമ്മൾ ചില അഡീഷണൽ കേസസിൽ എടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു കേസസ് ഒക്കെ എടുത്തിട്ട് അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, കൊടുക്കുക. അതുപോലെ മൊബൈൽ ഫോൺ വഴി അതിന് ഇമെയിൽ ചെയ്യുക, അവർക്ക് സ്പീക്കിംഗ് വിത്ത് പേഷ്യൻസ് ആയിട്ട് സംസാരിക്കാം, അവർക്ക് അതിനുള്ള ഫെസിലിറ്റീസ് കൊടുക്കുക, യൂസിങ് ദ മീഡിയ വഴി കണ്ടക്ട് സർവേ നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. അടുത്തത് പിന്നെ ക്രിയേറ്റിംഗ് ഹൈപ്പോത്തിസിസ് എന്ന് വെച്ചാൽ ഹൈപ്പോത്തിസിസ് യൂസിങ് ഡിസ്ക്രിപ്റ്റീവ് എപ്പിഡമോളജി. ഈ സാംക്രമിക രോഗം എങ്ങനെയെല്ലാം അതിനെ കുറിച്ചൊരു അനുമാനം, ഒരു അനലിറ്റിക് സ്റ്റഡി പോലത്തെ ഒരു ഡിസ്ക്രിപ്റ്റീവ് എപ്പിഡമോളജിയെ കുറിച്ചൊരു അനലിറ്റിക് സ്റ്റഡി
ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെ ഏത് സമയത്ത് വന്നു, ഏത് പേഴ്സണിൽ ഉണ്ടായി, ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു ടൈം ഹിസ്റ്ററി ചെയ്ത് ആ ഡിസീസിനെ കുറിച്ച് ഒരു സമയത്തിൽ ഒരു ഹിസ്റ്ററി ഉണ്ടാക്കിയെടുക്കാം അതിനുള്ളത്. അപ്പൊ നമ്മള് ടിവിയിലൊക്കെ നമ്മൾ ഈ കൊറോണ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇന്ന സ്ഥലത്ത് വന്നു, ഇന്ന സ്ഥലത്ത് നിന്ന് ഇവിടെ വന്നിട്ട് സ്പ്രെഡായി, ഇവിടെ നിന്ന് റൂട്ടൊക്കെ എടുത്ത് നമ്മൾ കണ്ടില്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഒരു അനുമാനത്തിലൊക്കെ. പിന്നെ എൻവയോൺമെന്റൽ ആൻഡ് ലബോറട്ടറി ടെസ്റ്റ് റിസൾട്ട്. എൻവയോൺമെന്റലി തന്നെ നമ്മളുടെ ലബോറട്ടറി ടെസ്റ്റുകൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ കുറെ വികസനം കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കുറെ ലബോറട്ടറി ടെസ്റ്റുകൾ കൊണ്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് എപ്പിഡെമോളജിക്കൽ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുക, അങ്ങനെയുള്ള കമ്പയറിംഗ് ഹൈപ്പോസിസ് അങ്ങനെ ഒരു അനുമാനത്തിലേക്ക് എത്തിച്ചേരുക. മനസ്സിലായില്ലേ? അടുത്തത് മേക്ക് ഫോർ യുവർ ജഡ്ജ്മെന്റ്സ്. നമുക്ക് അനലിറ്റിക് സ്റ്റഡി ഒക്കെ നടത്തിയിട്ട് അതിനൊരു കമ്പൽ ചെയ്യണം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു ജഡ്ജ്മെന്റ് ആയിട്ട് എടുക്കേണ്ടത്? ബൈ ടോക്കിംഗ് വിത്ത് പേഷ്യൻസിന്, അവര് പേഷ്യൻസിനെ ടോക്ക് ചെയ്യുക. പിന്നെ എന്താണ് അതനുസരിച്ചുള്ള കൺസിഡറിംഗ് ന്യൂ വെഹിക്കിൾസ് ആൻഡ് ട്രാൻസ്മിഷൻ മെത്തേഡ്സ് ഉപയോഗിക്കുക. പിന്നെ റിപ്പീറ്റിംഗ് കേസ് കൺട്രോൾ, പിന്നീട് പിന്നെ അതിന്റെ ഒരു കേസ് സ്റ്റഡീസ് നടത്താനുള്ള കൺട്രോൾ ചെയ്യാനുള്ള സൗകര്യം കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം ജഡ്ജ്മെന്റിലെത്താം. പിന്നെ അടുത്തത് ഇവാലുവേഷൻ ഓഫ് എപ്പിഡമോളജിക്കൽ ലബോറട്ടറി. ഈ ഇതുപോലത്തെ ഇവാലുവേഷൻ ചെയ്യുക. ഈ സാംക്രമിക രോഗങ്ങളെ കുറിച്ചിട്ടുള്ള ഇതിനെ കുറിച്ച് ലബോറട്ടറി വഴി എൻവയോൺമെന്റലി സെർച്ച് ചെയ്യുക. ഫൈൻഡിങ്സ് എൻവയോൺമെന്റൽ ലബോറട്ടറി എപ്പിഡമോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഷുഡ് ഓൾ ബി കോംപ്ലിമെന്ററി ആൻഡ് ഓഫർ കംപ്ലീറ്റ് പ്രൂഫ്. അപ്പൊ അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് കൊടുക്കുക, അവിടെ റിസർച്ച് ചെയ്തിട്ട് അവിടെ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്താം. അടുത്തത് ഷെയറിംഗ് ഫൈൻഡിങ്സ്. ഇൻവെസ്റ്റിഗേറ്റർ ഷുഡ് ഷെയർ ദ റിസൾട്ട് ഓഫ് ദ. നമുക്ക് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ആളിനാണ് ഇൻവെസ്റ്റിഗേറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. അയാൾ എന്ത് ചെയ്യണം? ആ റിസൾട്ട് എല്ലാം എന്ത് ചെയ്യണം? മറ്റുള്ളവരായിട്ട് ടീം മെമ്പേഴ്സ് ആയിട്ട് റിസൾട്ട് പറയണം. അവരായിട്ട് ഒരു റെസ്പോൺസ് ഉത്തരവാദിത്തം കൊടുത്ത് അത് ഒരു ഔട്ട്ബ്രേക്ക് ചെയ്യാൻ, അത് പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡുകളൊക്കെ ആ റിപ്പോർട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ നോക്കണം. അപ്പൊ അങ്ങനെ ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ 10ാമത്തെ ഇംപ്ലിമെന്റിംഗ് കൺട്രോൾ ആൻഡ് പ്രിവെന്റിംഗ് മെഷേഴ്സ്. പിന്നെ നമ്മൾ എന്തെല്ലാം മെഷേഴ്സ്, ലാസ്റ്റ് ആണ് നമ്മൾ ഇതെല്ലാം ചെയ്തു. ആദ്യം ഡിറ്റർമിൻ പ്രസൻസ് ഓഫ് എപ്പിഡമിക്, എങ്ങനെയാണ് ഇതിന്റെ പ്രസൻസ് വന്നത്, ഏത് സമയത്താണ് വന്നത് നോക്കിയാൽ ജിയോഗ്രാഫിക് ഏരിയയിലെ സെർച്ച് ചെയ്തു, എക്സാമിൻ ചെയ്തു, ഡയഗ്നോസിസ്, പിന്നെ ഡെവലപ്പിംഗ് കേസ് ആൻഡ് ഡിസീസ് ഡെഫിനിഷൻ ബേസ്ഡ് ഓൺ ക്ലിനിക്കൽ സ്റ്റാൻഡേർഡ്സ്. ഈ കേസിനെ കുറിച്ച് എന്തെല്ലാം എത്രത്തോളം വികസിച്ചിട്ടുണ്ട്, എത്രത്തോളം എപ്പോൾ സംഭവിച്ചു, ഏത് പ്ലേസിലാണെന്നുള്ള കാര്യങ്ങളെ കുറിച്ച്. പിന്നെ എന്താണ് അതിനെ കുറിച്ചൊരു ഗ്യാതറിംഗ് ഡേറ്റ, അഡീഷണൽ ഏരിയാസ് കേസസിലെ ചില ഡേറ്റാസ് ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് വേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള സിംറ്റംസിനെ കുറിച്ചുള്ള ഒരു കറക്റ്റ് ഡേറ്റ വേണം. പിന്നെ എന്താണ് ക്രിയേറ്റിംഗ് ഹൈപ്പോത്തിസിസ് ഡിസ്ക്രിപ്റ്റീവ് എപ്പിഡമോളജി. ഈ രോഗം എങ്ങനെയാണ്, അതിന്റെ അനുമാനം, എങ്ങനെയുള്ള അനുമാനങ്ങളാണ്, എന്തെന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ ആണ് വേണ്ടത്. അപ്പൊ അതിന്റെ റിപ്പോർട്ടുകൾ എങ്ങനെയായിരിക്കണം. പിന്നെ അവിടെ അവർക്ക് അതിനനുസരിച്ചുള്ള ഇൻക്യുബേഷൻ പീരീഡ് കൊടുക്കണം. ഒരു ടൈം പീരീഡ് ഒക്കെ ഉണ്ടാവുമല്ലോ. നമ്മളിത് ഇതിന്റെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതിനൊരു റെസ്റ്റ്ലെസ് സംഭവം കൊടുക്കുന്നത് പറഞ്ഞില്ലേ, എന്താ പറയാ, നമ്മള് ക്വാറന്റൈൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണേ എങ്ങനെയൊക്കെ വേണം അതൊക്കെ കൊടുക്കും. പിന്നെ എൻവയോൺമെന്റ് ലബോറട്ടറി ടെസ്റ്റ്, മേക്ക് ജഡ്ജ്മെന്റ്, ഇവാലുവേഷൻ ഓഫ് എപ്പിഡമോളജിക്കൽ ലബോറട്ടറി, ഷെയറിംഗ് ഫൈൻഡിങ്സ് ആൻഡ് സൊല്യൂഷൻസ്. ഓക്കെ. പിന്നെ ഇംപ്ലിമെന്റിംഗ് കൺട്രോൾ എന്നാണ് ഇപ്പൊ നമ്മളൊരു ഏകദേശം പറയാം. ഓരോ രോഗങ്ങൾക്കും ഓരോ പ്രിവെൻഷൻ കൊടുക്കാനുള്ള പബ്ലിക് ഹെൽത്തിന്റെ ഉത്തരവാദിത്തം. പ്രിവെന്റീവ് മെഷർ control preventive measures should be put in the place as soon as possible. Maintain the patient trust and implementing control measure require. അതായത് രോഗങ്ങളെ കുറിച്ച് രോഗം ഇല്ലാതിരിക്കാനുള്ള മെത്തേഡുകൾ ചെയ്യുക, രോഗത്തെ കുറച്ച് കൊണ്ടുവരാനുള്ള മെത്തേഡ് ചെയ്യുക, പേഷ്യൻസിന് ഇൻഫർമേഷൻ കൊടുക്കുക. പിന്നെ എന്താണ് കുറെ കാര്യങ്ങൾ ഉണ്ട് ഇതില്. എലിമിനേറ്റിംഗ് വെഹിക്കിൾസ് ആൻഡ് പ്രിവെന്റ് ഫുഡ് പോയിസണിങ്. പ്രിവെന്റ് ഫുഡ് പോയിസണിങ് ആയിട്ടുള്ള കാര്യങ്ങള്, ഡിസ്കാർഡിംഗ് കണ്ടമിനേറ്റഡ് ഫുഡ്, പിന്നെ സ്റ്റെറിലൈസിങ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അതൊക്കെ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ടൂൾസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതനുസരിച്ചുള്ള സേഫ്റ്റി ആയിട്ട് ഉപയോഗിക്കുക. അലേർട്ടിങ് ദ എൻവയോൺമെന്റ്, പ്രിവെന്റ്, നമ്മൾ എൻവയോൺമെന്റിൽ നീറ്റ് ആക്കി സൂക്ഷിക്കാനുള്ള ഒരു അലേർട്ട് കൊടുക്കുക. പ്രൊമോട്ടിങ് ഹാൻഡ് വാഷിങ്, ഓൾട്ടറിങ് ബിഹേവിയർ, നമ്മൾ ബിഹേവിയർ മാറ്റിയെടുക്കാൻ നോക്കുക. പിന്നെ എന്താണ് ഹാൻഡ് വാഷിന് പ്രൊമോട്ട് ചെയ്യുക. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ spraying, reduce the mosquito populations and protect against West Nile virus, engage use of bed net. അപ്പൊ വെസ്റ്റ് നൈൽ വൈറസ് എന്ന് ഉദ്ദേശിക്കുന്നത് മലമ്പനി അങ്ങനെയുള്ള രോഗങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. കൊതുക് കൊണ്ട് വരുന്ന രോഗങ്ങൾ. അപ്പൊ അതിന് വേണ്ടി എൻകറേജ് ചെയ്യുന്ന യൂസ് ഓഫ് സ്പ്രേ ഒക്കെ റെഡ്യൂസ് ചെയ്തിട്ട്, മോസ്കിറ്റോ സ്പ്രേസ് ഒക്കെ റെഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ബെഡ് നെറ്റ് ഉപയോഗിക്കുക. പ്രിവെന്റ് മോസ്കിറ്റോ ബൈറ്റ്സ് ഉപയോഗിക്കുക. മലേറിയ പോലുള്ള മോസ്കിറ്റോ ബൈറ്റ്സ് ഒക്കെ ഉപയോഗിക്കുക. വിയറിംഗ് മാസ്ക് ആൻഡ് ഗ്ലോവ്സ്, അതൊക്കെ ഉപയോഗിക്കുക. അങ്ങനെയുള്ള പ്രിവെൻഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇതിന്റെ വാക്സിനേഷൻസ് എങ്ങനത്തെ, അതൊക്കെ കാര്യങ്ങളെ കുറിച്ച്. അപ്പൊ നമുക്ക് എപ്പിഡമോളജി ഡിസീസസിന്റെ ചാപ്റ്റർ
തീരില്ല. അപ്പൊ നാളെ കൂടി ടുമാറോ കൂടി ഇരുത്തിട്ട് നമുക്ക് ഈ ചാപ്റ്റർ തീർക്കാട്ടോ. അപ്പൊ നാളെ കൂടിയാണ് നമ്മുടെ ബ്ലോക്ക് 1 കംപ്ലീറ്റ് ആവും. നാളെ കൂടി തീർക്കാൻ വേണ്ടി ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇനിമേ ഇത്ര നേരം സഹകരിച്ച എല്ലാവർക്കും നന്ദി. താങ്ക് യു. Okay. Thank you.